വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. സമാധാനം നൽകുവാൻ ലോകത്തിന് കഴിയുമോ എന്നൊരു ചോദ്യം നമ്മൾക്കുണ്ട്. നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ധനാഢ്യനായ മനുഷ്യന്റെ കയ്യിൽ ധാരാളം ധനമുണ്ട്, പക്ഷെ അവൻ സന്തോഷവാനാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. പല പ്രശ്നങ്ങൾ കൊണ്ടും ധാരാളം ധനമുള്ളവൻ മറ്റുള്ളവർക്ക് മുൻപിൽ സന്തോഷവാനാണ് എന്ന് ധരിച്ചാലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ സന്തോഷമുണ്ടോ എന്ന് നമ്മൾക്ക് സംശയമാണ്. ചിലർ കുടിലിലായിരിക്കും, പക്ഷെ കുടിലിലെ ജീവിതം അവർക്ക് ധനമില്ല, ഒരുപക്ഷെ ഭക്ഷണം 3 നേരം ഇല്ലെങ്കിൽ പോലും സമാധാനം നൽകുന്നുണ്ടാവും. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം, നമ്മൾക്ക് ചുറ്റുമുള്ള ലോകം, നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങൾ ഓരോന്നും നേടുന്നതിന് വേണ്ടിയുള്ള തിടുക്കത്തിലാണ് എന്ന് നമ്മൾക്കറിയാം. ആദരണീയരായ വ്യക്തിത്വങ്ങളെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു പ്രസംഗത്തിൻ്റെ വേദിയായിട്ടല്ല ഞാൻ കാണുന്നത്. ഇവിടെ ഭക്ത്യാദരപൂർവ്വം തന്നെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളോടൊപ്പം കുറച്ച് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ വളരെ ശിഥിലമാകുന്നു. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു എന്ന് നമ്മളെല്ലാവരും പറയുക എന്നല്ലാതെ അതിന് ഒരു സാർത്ഥകമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല. അച്ഛനമ്മമാരെ നോക്കാതെ വൃദ്ധസദനത്തിൽ ഉപേക്ഷിക്കുന്ന സമൂഹമായിട്ട് കേരളീയ സമൂഹം മാറുന്നു എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ പ്രക്രിയയായിട്ടാണ് നമ്മൾ കാണുന്നത്. സാധാരണ പ്രക്രിയ. മക്കളെ അമ്മമാർ തന്നെ കൊല്ലുന്നു. എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല. എന്തിനാണ് ഇങ്ങനെ ആ കുട്ടിയെ കൊന്നതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഗൗരവമായ ഒരു ഉത്തരവില്ല. ഒരു ഇഡിയോട്ടിക് ഡ്രാമ പോലെയാണ്. സത്യത്തിൽ അതിനൊരർത്ഥമില്ല. അതൊന്നും കൺവേ ചെയ്യുന്നില്ല. നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത്? ഈ ഒരു ചെറിയ സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ ഉണർന്നെഴുന്നേറ്റാൽ മതിയോ? നമ്മുടെ പഠന ഗ്രന്ഥങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മൂല്യം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ? നമ്മൾ പ്രൈസിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, പണം ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. പണം ഉണ്ടാക്കാനും പഠിപ്പിക്കുന്നില്ല. പണത്തിൻ്റെ പ്രാധാന്യത്തെ ഇരട്ടിപ്പിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. പണത്തിന് വലിയ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുണ്ട്, യാതൊരു സംശയവുമില്ല. അതിനൊന്നും ഒരു സംശയം ആർക്കുമില്ല. പക്ഷേ അതിലെല്ലാം ഉപരിയായി മനുഷ്യ സമൂഹം എന്ന് പറയുന്നത് എങ്ങോട്ടാണ് നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ച് വിശിഷ്യ കേരളത്തിൽ പോകുന്നത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താനോ അതിന് ഒരു കൃത്യമായ പരിഹാരം കണ്ടെത്താനോ സ്കൂളുകളുടെ വിദ്യാഭ്യാസത്തിന് സാധിക്കുന്നില്ല എന്നത് ഗൗരവമായ ഒരു വിഷയമായി നമ്മൾ കാണണം. സാമൂഹ്യശാസ്ത്രം പഠനത്തിന് വിധേയമാക്കേണ്ട വലിയൊരു ശാസ്ത്രമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഇന്ന് സ്കൂളുകളിലൊക്കെ സോഷ്യോളജി ഉണ്ട്. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റീസിൻ്റെ ഭാഗമായിട്ട് സയൻസും മാത്സും ഒന്നും കിട്ടാത്ത ആളുകൾ +1 തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് സോഷ്യോളജി. പക്ഷേ സോഷ്യോളജി അങ്ങനെയല്ല. ശരിയായ രീതിയിൽ പറഞ്ഞാൽ സോഷ്യോളജി പഠിച്ചാലേ നമുക്ക് എത്ര ഡോക്ടർമാർ വേണം, എത്ര എഞ്ചിനീയർമാർ വേണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഈ നാട്ടിൽ എത്ര ഡോക്ടർമാരാണ് വേണ്ടത്, എത്ര എഞ്ചിനീയർമാർ വേണം, അതനുസരിച്ച് അല്ലാത്തൊരു സംഗതി ഉണ്ടായാൽ അതിൻ്റെ വില പോയി. പിന്നെ അതിന് വിലയില്ല. പിന്നെ ആ ഒരു തൊഴിലിന് വിലയില്ലാതാവും. അങ്ങനെ വിലയില്ലാത്ത തൊഴിലുകൾ സൃഷ്ടിക്കുന്ന വലിയൊരു മേഖല തുറന്നെടുക്കുന്ന ആളുകളാണ് സത്യത്തിൽ കേരളീയർ. ഇതിനൊരു സാമൂഹ്യ ശാസ്ത്രപരമായ ഒരു പഠനവുമില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ മനുഷ്യനെക്കുറിച്ച് പഠിക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഏറ്റവും പ്രധാനം മനുഷ്യൻ്റെ മനസ്സാണ്. ഈ ലോകത്തെല്ലാമുള്ള ഒരു ലാമ പറയുകയാണ്, നേപ്പാളിൽ അയാൾ താമസിച്ചിരുന്നത് വലിയ ഒരു കുന്നിൻ്റെ പുറത്താണ്. അപ്പോൾ അവിടെ നിന്ന് ഈ വെള്ളം എടുക്കണമെങ്കിൽ വളരെ താഴ്വാരത്തിൽ പോകണം. ഒരു 2-3 കുംഭത്തിൽ വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തെ പ്രയത്നമാണ്. ഒരു ദിവസത്തേക്ക് വേണ്ട വെള്ളമാണ് ശേഖരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ആദ്യമായിട്ട് അമേരിക്കയിൽ പോകുമ്പോൾ ഈ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം പിന്നെ സന്തോഷമായിരിക്കും. അവിടെ പിന്നെ എല്ലാ ആളുകളും ഹാപ്പി ആയിരിക്കും. കാരണം അവിടെ വേണ്ട സമയത്ത് വിദ്യുത് ശക്തിയുണ്ട്, വേണ്ടത്ര ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുണ്ട്, എല്ലാ ട്രെയിനുണ്ട്, ബസ്സുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഫ്ലൈറ്റ് ഉണ്ട്, എവറിത്തിങ് ഉണ്ട്. അപ്പോൾ സന്തോഷം ഉണ്ടാവുമെന്ന് ചെല്ലുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താണ്? ഇവിടത്തേക്കാളും ദുഃഖകരമാണ് അവിടെ ഉള്ളവരുടെ അവസ്ഥ.
അവർക്കെല്ലാം ദുഃഖമയമാണ്. കാരണം മനുഷ്യൻ ദുഃഖിതനാവുന്നതിന് കാരണം സന്തോഷിക്കാൻ കഴിയാത്തതുകൊണ്ട്. മനുഷ്യന് പലപ്പോഴും സന്തോഷിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? എന്തെല്ലാം ഉണ്ടെങ്കിൽ പോലും, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാ വിധത്തിൽ ജീവിക്കാനുള്ള ഭൗതികമായ ഉയർച്ചയുണ്ടെങ്കിൽ, എല്ലാ സൗകര്യവും ഉണ്ടായി, അത് മനുഷ്യൻ്റെ ആത്യന്തിക സുഖത്തെ പ്രദാനം ചെയ്യുന്നതാണ് എന്നൊരു തെറ്റുദ്ധാരണ മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ്റെ തെറ്റിദ്ധാരണയ്ക്കുള്ള ഉത്തരമാണ് ഇന്ന് രാവിലത്തെ നമ്മുടെ പത്രത്തിൽ നമ്മൾ വായിച്ചത്, ഇന്നലെ നമ്മൾ ടി വിയിൽ കണ്ടത്. ഒരു കുഞ്ഞിനെ അമ്മ കൊന്ന വാർത്ത വളരെ വലിയ സംഭവമൊന്നുമായിട്ട് കേരളക്കാരെന്നെ മനസ്സിലാക്കുന്നില്ല. അതൊക്കെ സ്വാഭാവികമല്ലേ എന്ന് ചിന്തിക്കുന്നു. കാരണം മനുഷ്യന് സന്തോഷിക്കാൻ കഴിയുന്നില്ല. ടി വി ഉണ്ട്, മുമ്പ് ടി വി ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്നുള്ളതിനേക്കാൾ സന്തോഷം ടി വി വന്നാലുണ്ടാവുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇന്ന് ടി വി ഉണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്, നമുക്ക് സാമൂഹിക മാധ്യമങ്ങളുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങൾ, ഫേസ്ബുക്ക് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്. എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മനസ്സിന് സന്തോഷമില്ലാത്തത്? അപ്പോൾ കാശ്യപാശ്രമം തുടക്കത്തിൽ ഇത് പറഞ്ഞത് സമൃദ്ധിയും ഐശ്വര്യവും വേദങ്ങളിലൂടെ എന്നാണ്. ഈ ചോദ്യത്തിൽ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താണ് ഈ ഐശ്വര്യം? എന്താണ് സമൃദ്ധി? ഇത് കേട്ടത് പാതി, കേൾക്കാത്തത് പാതി. ഒരുപാട് ആളുകൾ ഇത് പഠിക്കാൻ വരാൻ തുടങ്ങി. കാരണം ഇതും എന്തോ ഒരു മാന്ത്രിക സംവിധാനത്തിലൂടെ ആളുകളിൽ ഉടനെ ഒരു അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന എന്തോ ഒന്നാണെന്ന് കരുതിയിട്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ പോകുന്നത്. ഞാൻ അല്പം മുമ്പ് പറയുകയായിരുന്നു, ഈ ആധ്യാത്മിക പദ്ധതിയിലൊക്കെ ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ വലിയ വിലയൊന്നും നമ്മുടെ സമൂഹം കൽപ്പിച്ചു കൊടുക്കുന്നില്ല. ഒരു ആധ്യാത്മിക ആചാര്യനായാൽ ഒരു വിലയും വലിയ പ്രതീക്ഷയൊന്നും ആ മേഖലയിൽ ആർക്കും കിട്ടില്ല എന്നുകൊണ്ടാണ് ആരും ഈ മേഖലയിലേക്ക് വരാത്തത്. പക്ഷേ ഇതിന് മറ്റൊരു തലമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇഷ്ടം പോലെ പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഞാനിവിടുന്ന് പറയുകയാണ്, ഇപ്പോൾ പരീക്ഷാ സമയമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ഏലസ് ഉണ്ട്. ഈ ഏലസ് ഞാൻ നിങ്ങൾക്ക് തന്നാൽ അതിന് 50,000 രൂപ വിലയുണ്ട്. ഇത് കിട്ടുന്നതോടുകൂടി നിങ്ങളുടെ കുട്ടികളൊക്കെ ഐസക് ന്യൂട്ടനും ഐൻസ്റ്റീനും ഒക്കെ ആവും എന്ന് ഞാനങ്ങ് പറഞ്ഞാൽ, സ്വാഭാവികമായും ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുന്നതോടുകൂടെ ഞാൻ ഏതാണ്ട് ഒരു 10 ഓർഡർ ഇവിടുന്ന് പിടിപ്പിച്ചിട്ടേ പോവുള്ളൂ. ഇറ്റ്സ് എ സോഴ്സ് ഓഫ് മണി ഓൾസോ. പക്ഷെ അതല്ല നമ്മുടെ യഥാർത്ഥമായ ആധ്യാത്മികത. ആധ്യാത്മികത എന്ന് പറയുന്നത് എന്താണ്? മനസ്സിന് സന്തോഷമുണ്ടാക്കലാണ് യഥാർത്ഥ ആധ്യാത്മികത. ഭൗതികമായി നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടാവണം. ഞാൻ ആ പറയുന്ന ആളാണ്. സാധാരണഗതിയിൽ ഞാൻ ഈ ആധ്യാത്മികതയോടൊപ്പം ഭൗതികത വേണം എന്ന് പ്രചരിപ്പിക്കുന്ന ആചാര്യന്മാരിൽ ഒരാളാണ്. തീർച്ചയായും ഭൗതികമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന 4 വിധാനം തന്നെയാണുള്ളത്. അതിൽ യാതൊരു സംശയവും ആർക്കുമില്ല. പക്ഷേ ഭൗതികമായത് മാത്രം മതി എന്ന് പറയുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്. ആധ്യാത്മികത മാത്രം മതി എന്ന് പറയുമ്പോഴും പ്രശ്നമുണ്ട്. രണ്ടും കൂടി ചേർന്നുകൊണ്ടേ ഒരു പക്ഷിക്ക് പറക്കാൻ 2 ചിറകുകൾ വേണം എന്നതുപോലെ തീർച്ചയായും നമുക്കും ആധ്യാത്മികതയും വേണം, ഭൗതികതയും വേണം. പക്ഷേ ഭൗതികത മാത്രത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും, ഭൗതികതയാണ് ഏറ്റവും നല്ലത്, ഭൗതികതയ്ക്കപ്പോൾ ഒന്നുമില്ല. ഫോണുകൾ. ഒരാളോട് ഞാൻ ചോദിച്ചു, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ബാർബർ ഷാപ്പിൽ പോയി ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരോട് ചോദിച്ചു, അയാൾക്ക് 2 പോക്കറ്റിലും ഫോണാണ്. അപ്പം ഞാൻ ചോദിച്ചു, 2 ഫോണുണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു 2 അല്ല 3 ഫോണുണ്ട്. 3 ഫോണ് കൊണ്ടാണ് ആ സജിത്ത് കണ്ടതാ. അപ്പോൾ 3 ഫോണിലാണ് ഇയാൾ ജീവിക്കുന്നത്. ഇയാൾ ലോകത്തിൻ്റെ പുറത്തെന്തെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ല. വിദേശത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ പഠിപ്പിക്കുന്ന മനഃശാസ്ത്രജ്ഞന്മാരുടെ ഒരു പദ്ധതി തന്നെയുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി ചെയ്യേണ്ട പ്രക്രിയകൾ എന്താണ്? സോഷ്യൽ മീഡിയ, ഹൗ ടു സ്റ്റോപ്പ് സോഷ്യൽ മീഡിയ, 10 റീസൺസ് ടു സ്റ്റോപ്പ് സോഷ്യൽ മീഡിയ. 10 റീസൺസ് എന്തൊക്കെയാണ് എന്ന് പറയും. പുസ്തകങ്ങളാണ് ഇതൊക്കെ, ധാരാളം പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളെല്ലാം നമുക്ക് നൽകുന്ന ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണ്? ഇതെന്തിനാണ് ഞാൻ ഈ രുദ്രയജ്ഞം ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. അത് അവസാനം ഞാൻ പറയാം. സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണ്? ഉദാഹരണത്തിന് ഞാൻ ഒരു പുസ്തകം വായിക്കുകയാണ്. ഒരു പുസ്തകം വായിക്കുന്നു എന്ന് വിചാരിക്കാം. ഈ പുസ്തകത്തിൻ്റെ 1-ാം പേജ് മുതൽ അവസാനത്തെ പേജ് വരെ മറിച്ചു നോക്കാം. അവസാന പേജിൽ നിന്ന് ആദ്യത്തേക്ക് വായിക്കാം, നടുവിൽ നിന്ന് വായിക്കാം, ഒക്കെ വായിക്കാം.
പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ആദ്യ സെൻറ്റൻസ് മുതൽ അവസാനത്തെ സെൻറ്റൻസ് വരെ ഇതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്, ഇത് തുടർച്ചയുണ്ട്, ഇതിനൊരു പ്രവാഹ നിത്യതയുണ്ട്. എന്നാൽ നിങ്ങളൊരു ഫേസ്ബുക്ക് നോക്കിയാൽ ആദ്യത്തെ പോസ്റ്റും രണ്ടാമത്തെ പോസ്റ്റും തമ്മിൽ ഒരു ബന്ധവുമില്ല. അനേകം പോസ്റ്റുകൾ യാതൊരു ബന്ധവുമില്ലാതെ എന്നാൽ ബന്ധമുണ്ടെന്ന് നമുക്കിത് നോക്കുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തോന്നിപ്പിക്കുന്ന ഒരു മരീചികയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഫേസ്ബുക്ക്. അത് നമ്മൾ ഒന്ന് കണ്ടു, അതിൽ യാതൊരു ഉറപ്പുമില്ല, അടുത്തയിലേക്ക് പോയി, അതിനടുത്തയിലേക്ക് പോയി, അതിൻ്റെ അടുത്തയിലേക്ക് പോയി. ഇപ്പോൾ ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് ഒരു പുസ്തകം വായിക്കുന്നത് പോലെ ഒരു വിഷയം പൂർണ്ണമായി പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നുമില്ല. അതിനകത്തെ ശരി തെറ്റുകൾ മനസ്സിലാക്കാതെ ഒന്ന് നോക്കി, അടുത്തത് നോക്കി, അതിൻ്റെ അടുത്തത് നോക്കി. ഇത് നോക്കാനുള്ളൊരു ത്വര ഈ വ്യത്യസ്തത കൊണ്ട് നമുക്കുണ്ടാവും. കാരണം ആദ്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ് രണ്ടാമത്തത്. അപ്പം നമുക്ക് TV പോലും കാണുന്നതിനേക്കാൾ ഇഷ്ടം ഫേസ്ബുക്ക് നോക്കുന്നതായിട്ട് മാറും. കാരണം ഒന്നിൽ നിന്ന് വ്യത്യസ്തമാണ് അടുത്തത്. ഇതുകൊണ്ട് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാവും? നമ്മുടെ മനസ്സിൽ നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത ശബ്ദങ്ങൾ, നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത ആശയങ്ങൾ, ഒട്ടും ചിന്തിക്കേണ്ടാത്ത കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മളെ ഉള്ളിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. ഇന്ന് നോക്കൂ, നിങ്ങൾക്കറിയാമോ ഇന്ന് ഏറ്റവും കൂടുതലുള്ള രോഗം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഉത്കണ്ഠ രോഗമാണ്. അതായത് ആങ്സൈറ്റി ഡിസോർഡർ. ഉത്കണ്ഠ. ഒരാൾ എന്നെ കുറിച്ച് പറഞ്ഞാൽ എന്താ പറഞ്ഞത്, എന്താ അയാൾ അങ്ങനെ പറഞ്ഞത്, എന്താ? ഞാൻ ഉൾപ്പെടെ, നമ്മളെല്ലാവരും ഉൾപ്പെടെ എല്ലാവരും ചിന്തിക്കുന്നത് അതെന്താ പറഞ്ഞത്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിച്ചു, ഫേസ്ബുക്കുള്ള കാലത്തായിരുന്നെങ്കിൽ ഒരു സുകുമാർ അഴീക്കോടിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഈ ഫേസ്ബുക്ക് കൊണ്ട് തന്നെ എല്ലാ ക്രിയേറ്റിവിറ്റിയും നശിപ്പിച്ചു പോകും. പിന്നെ അയാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ആങ്സൈറ്റി ഡിസോർഡർ. അതായത് അയാൾ ഇപ്പം 4 പേർ കൂടി നിൽക്കുന്നു. എന്തിനാണ് കൂടി നിൽക്കുന്നത്? ഒരാൾ ഫ്ലൈറ്റിൽ നമ്മൾ പോവാണ്, നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി, നമ്മൾ അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തെ ഒരു പ്രധാന ഉദ്യോഗസ്ഥൻ, ഒരു പോലീസ് ഓഫീസർ, വേറൊരു രാജ്യത്താണ്, അയാൾ നമ്മളെ ചൂണ്ടി എന്തോ പറയുന്നു. ഞാൻ വിചാരിച്ചു ഫിനിഷ്ഡ്, ഞാൻ ജയിലിലായത് തന്നെ. കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ മറ്റേയാളോട് ചൂണ്ടിക്കാട്ടി എന്തോ പറഞ്ഞു. അവസാനം ഇതൊക്കെ കഴിഞ്ഞ് അയാൾ നമ്മളെടുത്ത് വരുന്നു. ആചാര്യ രാജേഷ് അല്ലേ? നിങ്ങളുടെ ഹിന്ദുധർമ്മ രഹസ്യം എന്ന പുസ്തകം ഞാൻ വായിച്ചത്. സോ ആങ്സൈറ്റി, നമ്മുടെ ഉള്ളിൽ വലിയ ഉത്കണ്ഠ ഉണ്ടാവുക, അവസാനം അതൊന്നുമില്ലാതെ പോവുക. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അനേക കാര്യങ്ങൾ ഇൻസെക്യൂർ, അരക്ഷിതമായ കാര്യങ്ങൾ കാണുന്നു. സുരക്ഷിതമായ കാര്യങ്ങളല്ല, ഇൻസെക്യൂരിറ്റിയാണ്. നമ്മൾ ഒരിക്കലും സെക്യൂരിറ്റിയിലല്ല, നമ്മുടെ സെക്യൂരിറ്റി പോവുക ചെയ്യുന്നു. നമ്മുടെ എല്ലാ വിധത്തിലുള്ള സുരക്ഷിതത്വം എന്ന് പറയുന്നത് മനസ്സുകൊണ്ടാണ് ഉണ്ടാവേണ്ടത്. മനസ്സിന് സന്തോഷം ഉണ്ടാവുകയാണ് വേണ്ടത്. നമുക്ക് എല്ലാത്തിലും വലുത് മനസ്സിൻ്റെ സന്തോഷമാണ്. നമുക്കിപ്പോൾ ഒരാൾ 5 കോടി രൂപ കിട്ടിയാൽ സന്തോഷമുണ്ടാവും എന്നെല്ലാവരും പറയും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഞാനൊരു ബിസിനസ്സുകാരനാണ്, സുന്ദരൻ വൈദിക്ക് മറ്റൊരു കച്ചവടക്കാരനാണ്, ബിസിനസ്സുകാരൻ. അദ്ദേഹത്തിന് 50,000 രൂപ കിട്ടി കച്ചവടം ചെയ്തിട്ട്. അതേ കച്ചവടം ചെയ്യുന്ന എൻ്റെ മനസ്സിൽ അതുണ്ടാക്കുന്ന വികാരം ദുഃഖമാണെങ്കിൽ 50,000 രൂപ കിട്ടിയപ്പോൾ സുന്ദരന് അത് നൽകിയത് സന്തോഷമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കള്ളന് ഇത് മോഹമാണ് ഉണ്ടാക്കുന്നത്. പണം സുഖത്തെ നൽകിയോ, പണം ദുഃഖത്തെ നൽകിയോ, പണം മോഹത്തെ നൽകിയോ എന്ന് ചോദിച്ചാൽ പണം ആർക്കും ഒന്നും നൽകുന്നില്ല, മറിച്ച് നമ്മൾ അതിനോടെടുക്കുന്ന ഒരു സമീപനമാണ് പ്രശ്നം. ഇപ്പോൾ ഇന്നത്തെ ഈ പത്രവാർത്ത വായിച്ചു നോക്കിയാൽ ആ പത്രവാർത്തയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ പെണ്ണ് ആ കുട്ടിയെ കൊല്ലുന്ന സമയത്ത് അയാൾ കരുതുന്നത് മറ്റൊരാളുടെ കൂടെ പോകാൻ കഴിയുന്നതാണ്. പക്ഷെ അയാൾ ഇങ്ങനെ ഒരു കാര്യം ഇവരോടും പറഞ്ഞിട്ടില്ല, ഉറപ്പും കൊടുത്തിട്ടില്ല. ദെൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടായിട്ടുണ്ടാവുക? നമ്മൾ അതിൻ്റെ ഒരു സൈക്കോ അനാലിസിസ് ചെയ്ത് നോക്കൂ, എങ്ങനെയാണ് ഈ ഫീലിംഗ് ഉണ്ടാവുന്നത് ഒരാൾക്ക്. അപ്പം നമ്മൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്താണ് ഐശ്വര്യം, എന്താണ് സമൃദ്ധി. നമുക്കുള്ളതിലുള്ള തൃപ്തിയാണ് നമ്മുടെ ഐശ്വര്യം. നമുക്ക് എത്ര തൃപ്തി ഉണ്ട്. 4 കാറുണ്ട് എന്നതുകൊണ്ട് ഒരാൾക്ക് ഐശ്വര്യം ഉണ്ടെന്ന് പറഞ്ഞുകൂടാ. അയാൾക്ക് അതിൽ തൃപ്തി ഉണ്ടോ എന്നതാണ് വിഷയം. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൽ, പങ്കാളിയിൽ തൃപ്തനാണോ തൃപ്തയാണോ എന്നതാണ് പ്രശ്നം. നിങ്ങൾക്ക് തൃപ്തിയുണ്ടോ? ഇതാണ് ഇഷ്യൂ. ഈ തൃപ്തിയാണ് ഐശ്വര്യം, സമൃദ്ധി എന്ന് പറയുന്നത്. എത്ര പവൻ സ്വർണം വേണം ഒരാൾക്ക് ജീവിക്കാൻ?
അമേരിക്കയിലുള്ള ആളുകൾക്ക് സ്വർണം തന്നെ ഇല്ല, അവർ സ്വർണ്ണം ഇടുന്നില്ല. യൂറോപ്യന്മാർ സ്വർണ്ണമൊന്നും ഇടുന്നില്ല. എപ്പോൾ വലിയ പാർട്ടീൻ്റെ ഭാഗമായിട്ട് ചിലപ്പം വലിയ വില കൂടിയൊരു ഡയമണ്ട് ഇടും, അല്ലെങ്കിൽ ഒരു ഡയമണ്ടിന് നെക്ലേസ് ഇടും, ദാറ്റ് ടു ഇൻ എ പാർട്ടി. അല്ലാതെ അവരെല്ലാ ദിവസവും രാവിലെ ബസ് പോകുന്ന സമയത്ത് 5 പവൻ്റെ മാലയിട്ടിട്ടല്ല പോകുന്നത്. അപ്പം സംതൃപ്തി എന്താണ് തൃപ്തി? എൻ്റെ സന്തോഷം എന്താ? സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ നല്ല ഭാഗങ്ങളെ കാണാൻ കഴിയുക എന്നതാണ്. എൻ്റെ നന്മകളെ കുറിച്ച് കാണാൻ കഴിയുക, എനിക്ക് എന്നെക്കുറിച്ച് തന്നെ നല്ലൊരു അഭിപ്രായം ഉണ്ടാവുക. എനിക്ക് മറ്റൊരാളെ കുറിച്ച് അഭിപ്രായം ഉണ്ടാവണമെന്നല്ല ഞാൻ ആദ്യം പറഞ്ഞു, എനിക്ക് എന്നെക്കുറിച്ച് ഒരഭിപ്രായം ഉണ്ടാവും. എനിക്ക് ഐ വിൽ ബി പ്രൗഡ്, ഐ ഷുഡ് പ്രൗഡ്. മറിച്ച് 90% ആളുകൾക്കും ഇന്ന് സ്വയം എന്തില്ല, ഈ പറയുന്ന തരത്തിലുള്ളൊരു ആത്മവിശ്വാസമില്ല. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളെ ന്യൂറോൺസ് ഉണ്ട്, നമ്മുടെ തലയിൽ കുറേ ന്യൂറോൺസ് ഉണ്ട്. ഇതിനെ ഗോസിപ്പിംഗ് ന്യൂറോൺസ് എന്നാണ് പറയുന്നത്. ഗോസിപ്പിംഗ് ന്യൂറോൺസ് അതിങ്ങനെ ബ്ലാ 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 രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ബ്ലാ 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 ബ്ലാ, മീര ശരിയല്ല, ഇയാൾ ശരിയല്ല, മറ്റേയാൾ ശരിയല്ല, പിന്നെ ഇവൻ ശരിയല്ല, ഇറ്റ്സ് ഗോയിങ് ഓൺ. നമ്മളെ തലയിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആണ് ഒരു ഫോൺ വരുന്നത്, അപ്പോൾ ഒന്നും ശരിയല്ല, അയാൾ ശരിയല്ല, ഇയാൾ ശരിയല്ല. ഓട്ടോമാറ്റിക്കലി ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ അടുത്ത ചിന്ത എന്താണെന്നറിയോ? എനിക്ക് കുറച്ച് വയറുണ്ടോ? അടുത്ത പ്രശ്നം, വയറ് ഉണ്ടോ, വയറ് കൂടിയോ? അത് 2 ദിവസം വയറിനെ കുറിച്ച് ആലോചിച്ച്, ഇത് ആർക്കും അറിയില്ല, നിങ്ങൾ ആ വീട്ടിലുള്ള ആളുകൾക്ക് പോലും അറിയില്ല നിങ്ങൾക്ക് ഈ വയറ് പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. ബട്ട് എനിക്ക് ആലോചന തുടങ്ങുകയാണ്, എനിക്കിങ്ങനെ വയറിൻ്റെ പ്രശ്നമുണ്ടോ. അങ്ങനെ ഉടനെ ഞാൻ കണ്ണാടി പതുക്കെ ഒന്ന് നോക്കി, ഉണ്ടോ. അടുത്ത ആഴ്ച പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അവർ നോക്കിയത് എൻ്റെ വയറിലേക്കാണോ. ഇതൊരു പ്രശ്നമായി, ഇത് വലിയ പ്രശ്നമായി. ഭക്ഷണം ഒഴിവാക്കുന്നു, പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു, രോഗങ്ങൾ തുടങ്ങുന്നു, ഇവൻ്റെ എല്ലാ സമാധാനവും പോയി. ഇത് ഏറ്റവും സില്ലിയായ ഒരു ഇഷ്യൂ ആണ്. ഇത് സില്ലിയസ്റ്റ് ഇഷ്യൂ, ഏറ്റവും സില്ലിയായ ഇഷ്യൂ ആണ്. പക്ഷേ ഇതുപോലെ 1000 പ്രശ്നങ്ങളുടെ നടുവിലാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, പുറത്തിരിക്കുന്ന ഓരോരുത്തരും. ഇവർക്കാർക്കും സന്തോഷമില്ല. സന്തോഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ആളുകൾ ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. എന്തിനാണ്? പുതിയ ഒരു ഷോപ്പിംഗ് മാളിൽ പോയി. എന്തുകൊണ്ടാണ് ഈ ഷോപ്പിംഗ് മാളുകൾ വിജയിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കാരണം ഒരൊറ്റയാക്കും സംതൃപ്തി സ്വയമില്ല. ഷോപ്പിംഗ് മാളിൽ പോയി നമ്മൾ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കാണുന്നു. അപ്പം നമുക്ക് തോന്നി ഇതൊക്കെ നല്ല എന്ത് രസമാണ് കാണാൻ. അതിൽ നിന്ന് ഒന്ന് വാങ്ങി, മേ ബി എ ഗ്ലാസ്, മേ ബി എ വാച്ച്, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ഈ ഗ്ലിറ്ററിംഗ് ഒന്നും ഇതിനില്ല. ഒരു ദിവസം കൊണ്ട് എല്ലാ പുതിയും കഴിഞ്ഞു. ടെൻഷൻ കാണും. ഈ മനസ്സിന്റെ സംതൃപ്തി കുറവിനെ നമുക്ക് എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക? ഇതിനാണ് കാശ്യപാശ്രമം വേദ പഠനം എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, കുറഞ്ഞ കാര്യം മാത്രം പറയാം. എനിക്ക് എങ്ങനെയാണ് സംതൃപ്തി ഉണ്ടാവുക? ആദ്യം വേണ്ടത് സംതൃപ്തിയാണ്. എൻ്റെ സൗഹൃദങ്ങളിൽ സംതൃപ്തി ഉണ്ടാവണം, എൻ്റെ ഭാര്യയിൽ, എൻ്റെ ഭർത്താവിൽ, എൻ്റെ കുഞ്ഞുങ്ങളിൽ, എന്നിൽ തന്നെ സ്വയം സംതൃപ്തി ഉണ്ടാവണം. എനിക്ക് ഈ ലോകത്തൊന്നിനെയും ഭയക്കാൻ കഴിയരുത്. അഭയം എന്ന് പറയുന്നൊരു വാക്കുണ്ട്. മിത്രങ്ങളിൽ നിന്ന് അഭയം, അമിത്രങ്ങളിൽ നിന്ന് അഭയം. നമുക്ക് ശത്രുക്കളായിക്കൊള്ളട്ടെ, അവർ ശത്രുത പറയട്ടെ, നിങ്ങളെപ്പറ്റി പല പരദൂഷണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അവർ പലതും പറയട്ടെ. അപ്പോഴൊക്കെ നമ്മൾ അചഞ്ചലരായിട്ട് ആത്മാർത്ഥതയോടുകൂടി അതൊക്കെ അവർ പറഞ്ഞോട്ടെ, അതൊക്കെ ഭഗവാന്റെ ഇച്ഛയല്ലേ, നടക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ കർമ്മമണ്ഡലത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രോത്സാഹനവും ഉത്സാഹവുമാണ് മനുഷ്യന്. എപ്പോഴും നമ്മൾ ഉത്സാഹത്തോടെ പ്രവർത്തിക്കണം. നമ്മൾ ഒരിക്കലും താഴോട്ട് പോരുത്. വളരെ ആത്മതുഷ്ടിയോടുകൂടി, സന്തോഷത്തോടുകൂടി ധാർമ്മികമായ ആചരണങ്ങൾ നടപ്പിലാക്കി ചെയ്യണം. അതിനാണ് ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത്. രാവിലെ നമ്മൾ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്ന സമയത്ത് നമ്മളെ ഗോസിപ്പിംഗ് ന്യൂറോൺസ് അവിടുന്ന് ഇങ്ങനെ പറയുന്ന പലതരത്തിൽ, അയാൾ ശരിയല്ല, ഇവൻ ശരിയല്ല, മറ്റേയാൾ ശരിയല്ല, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാൽ ശരിയാവില്ല, ഈ ബിസിനസ് പൊളിയും, ഞാൻ എന്തു ചെയ്താലും പരാജയമാണ് എന്നിങ്ങനെ നെഗറ്റീവ് എല്ലാം സൂക്ഷിക്കുന്ന ആളുകളാണ്. രാവിലെ മന്ത്രം ചൊല്ലുന്ന സമയത്ത് there will be a change. മനസ്സിന് സന്തോഷം വരാൻ തുടങ്ങും, കാഴ്ചപ്പാടുകൾ മാറും. നിങ്ങൾ ചുറ്റും നോക്കുന്ന സമയത്ത്
വളരെ സുന്ദരമായ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നല്ല സുന്ദരമായ പച്ചപ്പ് കാണാം. ഇതെങ്ങനെ നോക്കുമ്പോൾ പച്ചപ്പ് കാണാൻ പറ്റും. ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന മുമ്പ്, ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന നമ്മൾ കാണില്ല. കാരണം മനസ്സാന്നിധ്യത്തോടു കൂടി അത് കാണാൻ പറ്റുന്നില്ല. മനസ്സിന് അത് ഉൾക്കൊള്ളാനുള്ള സാന്നിധ്യമില്ല. മനസ്സാന്നിധ്യം എന്ന് പറയും, അതില്ല. അപ്പൊ അതിനെങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുക? ഇതിനാണ് മന്ത്രജപങ്ങൾ നടപ്പിലാക്കുന്നത്. എന്തിനാ? അപ്പൊ ഇവിടെ ഹോമം ചെയ്യുന്നുണ്ട്. ഈ ഹോമങ്ങൾ ഇവിടെ നടക്കുന്ന സമയത്ത് അനേകം മന്ത്രങ്ങളാണ് ഉരുക്കഴിക്കുന്നത്. അതിനകത്ത് ഉപയോഗിക്കുന്ന ആയുർവേദ കൂട്ടുകളാണ്. ഈ ആയുർവേദ കൂട്ടുകളെല്ലാം നമ്മൾ ബിരിയാണി കഴിക്കാൻ പോയാൽ ബിരിയാണി വിളമ്പാതെ തന്നെ നമുക്ക് വയറ് നിറയുന്നൊരു പരിപാടിയുണ്ട്. വിളമ്പി കഴിയുമ്പോഴേക്ക് തന്നെ നമ്മൾ കഴിക്കണ്ട, 4 ആൾക്ക് വിളമ്പിയാൽ തന്നെ നമുക്ക് വയറ് നിറയും. പിന്നെ അത് കഴിക്കാൻ പറ്റില്ല, വിളമ്പുന്നവർക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം വയറ് നിറയ്ക്കും സൂക്ഷ്മമായിട്ട് ആ തത്വങ്ങൾ. അതുപോലെ നമ്മളിവിടെ ഹോമക്കൂട്ടുകളൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മളെ ബ്രെയിനിന് ഒരു വലിയ മാറ്റം ഉണ്ടാക്കും. നമുക്ക് വലിയൊരു സന്തോഷം വരും. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും. മന്ത്രങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഈ ആവശ്യമില്ലാത്ത അഭദ്രമായ വാക്കുകൾ കേൾക്കുന്നതിന് പകരം ഭദ്രമായത് കേൾക്കുക. ഭദ്രം കരണേഭി ശൃണുയാമ ദേവ. ഞാൻ വലിയ മന്ത്രങ്ങളൊന്നും എടുത്ത് ഉദ്ധരിക്കാത്തതിന് കാരണം ഞാൻ ഈ പറഞ്ഞതെല്ലാം വേദങ്ങളിലുള്ള കാര്യങ്ങളാണ്. ഞാനത് മലയാളത്തിലാക്കി എന്നേ ഉള്ളൂ. എനിക്കായിട്ട് ഇതിൽ വലിയ പ്രത്യേകമായ ഒന്നുമില്ല. ഭദ്രം കരണേഭി, എൻ്റെ കണ്ണുകൾ കാതുകൾ നല്ലത് ഭദ്രമായത് കേൾക്കുമാറാകട്ടെ, അഭദ്രമായത് കേൾക്കരുതേ. കാരണം അത് കേൾക്കുമ്പോൾ അതിനോടുള്ള എൻ്റെ പ്രതികരണം നല്ലതായിരിക്കില്ല, അശാന്തിയുള്ളതായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ മനഃശാസ്ത്രജ്ഞന്മാരെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, ഭാരതത്തിലെ യോഗികളുടെ മേലാണ് ഈ പരീക്ഷണം മുഴുവൻ വിദേശികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഭാരതത്തിലെ യോഗികൾക്ക് മാത്രമാണ് ഇപ്പോൾ ഇതിനോട് അതിരസകരമായി പ്രതികരിക്കാൻ കഴിയുന്നുള്ളൂ. ഭാരതത്തിലെ യോഗികളെ വെച്ചുകൊണ്ടാണ് മാസച്യൂസെറ്റ്സ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠനം നടക്കുന്നത്. 2000-ലും 2014-ലും ലോക മനഃശാസ്ത്ര കോൺഫറൻസുകൾ നടന്നപ്പോൾ അതിലെ പ്രധാനപ്പെട്ട വിഷയം തന്നെ ഭാരതത്തിന്റെ യോഗശാസ്ത്രമായിരുന്നു, ഭാരതത്തിന്റെ മനഃശാസ്ത്രമായിരുന്നു. ആ മനഃശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തന്മേ മനഃശിവസങ്കല്പമസ്തു, എൻ്റെ മനസ്സ് ശിവസങ്കല്പയുക്തമാകട്ടെ എന്ന് അവസാനിക്കുന്ന ഒരു മന്ത്രമുണ്ട് വേദത്തിൽ. അത് തുടങ്ങുന്നത് തന്നെ നോക്കൂ, ഈ വേദമന്ത്രങ്ങളൊന്നും ഇതൊന്നും മതപരമായി എടുക്കരുത്. ഇതൊന്നും മതപരമല്ല കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആദിമ കാലത്ത് ഋഷിമാരിലൂടെ എല്ലാ മനുഷ്യർക്കുമായി കിട്ടിയ അസാധാരണമായ വൈദിക വാങ്മയങ്ങളാണ്. ആ വൈദിക വാങ്മയം എന്ന് പറയുന്ന പദരാശികൾക്കപ്പുറത്ത് ശബ്ദജാലങ്ങളാണ്. ആ ശബ്ദജാലങ്ങളിൽ നമ്മൾ സ്വയം വിലയം പ്രാപിക്കുമ്പോഴാണ് നമ്മുടെ അന്നമയ കോശത്തിലും പ്രാണമയ കോശത്തിലും മനോമയ കോശത്തിലും വിജ്ഞാനമയ കോശത്തിലും ആനന്ദമയ കോശത്തിലും ഒക്കെ മാറ്റമുണ്ടാവുന്നത്. നമുക്കൊരു വല്ലാത്തൊരു പരിവർത്തനം സംഭവിക്കും. ആ പരിവർത്തനം എന്ന് പറയുന്നത് ശ്രദ്ധേയമായി ചെയ്യണം. നമ്മളെ ലക്ഷ്യം ഇതായിരിക്കണം. അതിൽ ഈ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ അല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാതെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന വിഷയം, നമ്മൾ ഈ മനസ്സിനെ പരിവർത്തനം വരുത്തുന്ന മനപരിവർത്തനത്തിന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ യോഗികൾ, നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനാണ് കോഗ്നിറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. അടുത്ത വർഷം മുതൽ നോബൽ സമ്മാനം ഏർപ്പെടുത്താൻ പോവുകയാണ് കോഗ്നിറ്റീവ് സയൻസിന്. കോഗ്നിറ്റീവ് സയൻസിന്റെ ബേസിക് ഉള്ളത് വേദങ്ങളിലാണ്. ജാഗ്രതോ ദൂരമുദൈതി ദൈവം തതു സുപ്തസ്യ തഥൈവൈതി ദൂരംഗമം ജ്യോതിഷാം ജ്യോതിരേകം തന്മേ മന ശിവസങ്കല്പമസ്തു എന്നൊരു മന്ത്രമുണ്ട്. ആ മന്ത്രം പറയുന്നത് തന്നെ ആധുനിക ഈ നമ്മുടെ മനഃശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന 3 അവസ്ഥകളെ കുറിച്ചാണ്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. എങ്ങനെയാണ് ജാഗ്രത്തിൽ നമ്മളെല്ലാം ഇരിക്കുന്ന ജാഗ്രത? സ്വപ്നം എങ്ങനെയാണ്? സുഷുപ്തി എന്താണ്? ഇതിൽ എങ്ങനെയാണ് നമ്മുടെ മനസ്സിന് പരിവർത്തനം വരുന്നത്? നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പരിവർത്തനം ഉണ്ടാക്കുന്നത്? ഈ മന്ത്രം എങ്ങനെയാണ് നമ്മളിൽ വ്യതിചലനം ഉണ്ടാക്കുന്നത്? ഇതെല്ലാം പഠിച്ചിട്ട് വിദേശീയര് മനഃശാസ്ത്രത്തിന്റെ മേഖല പുഷ്ടിപ്പെടുത്തുമ്പോൾ നമ്മളെ കേരളീയർക്ക്, നമ്മളെ ഭാരതീയർക്ക് ഇത്തരം കാര്യങ്ങൾ അന്ധവിശ്വാസവും ജഡിലമായതും അങ്ങേയറ്റം പുരാതനകരമെന്ന് നമ്മൾ തന്നെ പഴഞ്ചനെന്ന് മുദ്രകുത്തി നമ്മൾ ഡസ്റ്റ്ബിന്നിലേക്ക് വലിച്ചെറിയേണ്ടതാണെന്ന് വിശ്വസിക്കുന്നു. അതാണ് നമ്മൾ മാറേണ്ടത്. നമ്മുടെ കാഴ്ചപ്പാടിന് ക്രമാനുഗതമായ മാറ്റം പഠനങ്ങളിലൂടെ കൊണ്ടുവരണം. നമ്മളെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കണം. മേയർ പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കണം. ഇതിൻ്റെ മൂല്യം അവരെ ബോധ്യപ്പെടുത്തണം. നല്ല പൗരനാകാൻ എങ്ങനെയാണ് എൻ്റെ അമ്മയെ ഞാൻ ബഹുമാനിക്കേണ്ടത്? ഇത് ഏത് മതത്തിൻ്റെയാണ്? മാതൃദേവോഭവ ഏത് മതത്തിൻ്റെയാണ് സ്വന്തം അമ്മയെ ആദരിക്കണം എന്ന് പറയുന്നത്? പിതൃദേവോഭവ അച്ഛനെ ആദരിക്കണം എന്ന് പറയുന്നത് ഏത് മതത്തിൻ്റെയാണ്?
ആചാര്യ ദേവോ ഭവ, നമ്മളെ പഠിപ്പിക്കുന്ന ആചാര്യന്മാരെ ദേവന്മാരായി കാണണമെന്ന് പറയുന്നത് ഏത് മതത്തിൻ്റെ ഭാഗമാണ്? അതിഥി ദേവോ ഭവ, വീട്ടിൽ വരുന്ന അതിഥികളെ സൽക്കരിക്കണം എന്ന് പറയുന്നത് ഏത് മതത്തിൻ്റെ ഭാഗമാണ്? ഇതെല്ലാം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതിനകത്ത് മൂല്യബോധം ഉണ്ടാക്കുക എന്ന ശ്രദ്ധ വേണം. നമ്മൾ അച്ഛനമ്മമാരെ ആദരിച്ച്, ശങ്കരാചാര്യര് ഭാരതത്തിലാണ് ജനിച്ചത്, കേരളത്തിലാണ് ജനിച്ചത്. കാലടിയിൽ നിന്നാണ് അദ്ദേഹം വിശ്വഗുരുവായത്. അദ്ദേഹത്തെക്കുറിച്ച് വിൽ ഡ്യൂറാൻഡ് പറഞ്ഞൊരു കാര്യമുണ്ട്. വിൽ ഡ്യൂറാൻഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഫിലോസഫറാണ്, അദ്ദേഹം ചരിത്രകാരനുമാണ്. അവർ ഓറിയന്റൽ ഹെറിറ്റേജ് എന്നൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മൾ വായിച്ചു പഠിക്കേണ്ട, ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ നന്നാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ പൊതുവെ. അവരൊക്കെ വായിക്കേണ്ട പുസ്തകങ്ങളിലൊന്നാണ് ദ സ്റ്റോറി ഓഫ് ഫിലോസഫി, വിൽ ഡ്യൂറാൻഡിൻ്റെ സ്റ്റോറി ഓഫ് ഫിലോസഫി. വായിക്കുന്ന സമയത്ത് അതൊക്കെ വായിച്ച് നമ്മൾ പഠിക്കണം. ക്രോഷയെക്കുറിച്ച്, മാർക്സിനെക്കുറിച്ച്, പ്ലാറ്റോനെ കുറിച്ചിട്ട്, അരിസ്റ്റോട്ടലിനെ കുറിച്ച്, നീഷയെക്കുറിച്ച്, ഫെഡറിക് നീഷയെക്കുറിച്ച്, ഇമ്മാനുവൽ കാന്റിനെ കുറിച്ച് ഒക്കെ നമ്മൾ പഠിക്കേണ്ട ലോക ഫിലോസഫേഴ്സാണ്. ആ സ്റ്റോറി ഓഫ് ഫിലോസഫി എഴുതിയപ്പോൾ അദ്ദേഹം ശങ്കരാചാര്യരെ വിട്ടുപോയി. അതിന് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അത് വിട്ടുപോയതിൻ്റെ പ്രായശ്ചിത്തം എന്ന പോലെ ദ സ്റ്റോറി ഓഫ് അവർ ഓറിയന്റൽ ഹെറിറ്റേജ്, ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്നൊരു പുസ്തകം എഴുതി അദ്ദേഹം. ഒരു പുസ്തകമല്ല, അനേകം വോള്യങ്ങളുള്ള ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഒരു പുസ്തകത്തിൻ്റെ പേര് അവർ ഓറിയന്റൽ ഹെറിറ്റേജ് എന്നാണ്. നമ്മുടെ പൗരസ്ത്യ പാരമ്പര്യം. നമ്മുടെ ഈ പൗരസ്ത്യ പാരമ്പര്യത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഈ പുസ്തകം സമർപ്പിക്കുന്നത് ശങ്കരാചാര്യസ്വാമികൾക്കാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ട് ഇത് ശങ്കരാചാര്യർക്ക് സമർപ്പിക്കുന്നു? ലോകം കണ്ട ഫിലോസഫേഴ്സിൽ ഒരാളാണ്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ശങ്കരന്റെ ചെയർ, ശങ്കരാചാര്യർക്ക് വേണ്ടി ചെയർ ഉണ്ടാക്കാൻ പുറപ്പെട്ടവനാണ്. ചെയർ. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ശങ്കരാദ്വൈതം പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ എത്രയാക്കി ഇതിനെക്കുറിച്ച് അറിയാം? വാല്യൂ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഭൗതികമായ പുരോഗതി നമുക്ക് ആവശ്യമാണ്. വി ക്യാൻ എക്സ്ചേഞ്ച് വിത്ത് വെസ്റ്റേൺ തിങ്സ്. പാശ്ചാത്യരോട് നമുക്ക് യാതൊരു എതിർപ്പുമില്ല. നമ്മൾ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, മോഡേണിസം വേണം, ആധുനികവൽക്കരണം വേണം, വെസ്റ്റേണിസം വേണ്ട. സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ, കൾച്ചറിൻ്റെ കാര്യത്തിൽ മോഡേണിസം നമുക്ക് വേണം. നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കണം, മോഡേണിസമാണ്. നമുക്ക് ATM ഉപയോഗിക്കണം, നമുക്ക് എന്താണ് വാച്ച് ഉപയോഗിക്കണം, ഐഫോൺ ഉപയോഗിക്കണം, ഐപാഡ് ഉപയോഗിക്കണം, കിൻഡിൽ ഉപയോഗിക്കണം. ആമസോണിൽ കൂടി നമുക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാനും പഠിക്കാനും പറ്റണം. ഓഫ് കോഴ്സ് വി അഗ്രി വിത്ത് ദാറ്റ്. ബട്ട് വെസ്റ്റേണിസം വേണ്ട. വെസ്റ്റേണിസത്തിനോട്, പാശ്ചാത്യമായ മൂല്യങ്ങളോട് നമ്മുടെ മൂല്യങ്ങൾക്ക് ഇപ്പോഴും കലഹമാണ്. ആ കലഹമുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ എല്ലാ നവോത്ഥാന നായകന്മാരും ഒരേപോലെ പാശ്ചാത്യ മൂല്യങ്ങളെ സ്വീകരിക്കാതിരിക്കുകയും ഭാരതീയ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും എന്നാൽ അതേസമയം ആധുനികമായ ആളുകളോട് സംവദിക്കുന്നതിന് മടി കാണിക്കാതിരിക്കുകയും ചെയ്തത്. നവോത്ഥാന നായകന്മാരെ നമുക്ക് നോക്കിയാൽ, ചട്ടമ്പിസ്വാമികളായാലും ശ്രീനാരായണ ഗുരുവായാലും ഭാരതീയമായ മൂല്യബോധത്തെ കൈവിട്ടുകൊണ്ടല്ല അവർ മുന്നോട്ട് പോയത്. ഭാരതീയ മൂല്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ്. ആ ഭാരതീയ മൂല്യങ്ങളെ ഉറച്ചു നിന്നുകൊണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ പാശ്ചാത്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ എല്ലാ മൂല്യങ്ങളും വിട്ടുകളഞ്ഞ്, എന്നാൽ പാശ്ചാത്യരുടെ ഒന്നും സ്വീകരിക്കില്ല, ഞങ്ങൾ ഭാരതീയരാണ്, അതുകൊണ്ട് ഞങ്ങൾ ചെരുപ്പിടാണ്ടാണ് നടക്കുക, ഞങ്ങൾ നാളെ മുതൽ മെതിയടി ഉപയോഗിക്കും എന്ന സങ്കല്പവുമല്ല ഈ പറയുന്നത്. ഇതൊരു സമഞ്ജസമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആശയമാണ്. നമ്മൾ ഒരുമിച്ച് പോകേണ്ട ചില മേഖലകളാണിത്. അപ്പം അങ്ങനെ നമ്മൾ അത്തരത്തിലുള്ള ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ പലയിടങ്ങളിലായി ഈ വേദതീർത്ഥാടനം സംഘടിപ്പിക്കുന്നത്. ഇന്ന് ഇവിടെ നമ്മൾ ഈ വേദതീർത്ഥാടനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് അവസരം കിട്ടി. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, എനിക്ക് യാതൊരു സ്വാർത്ഥതയും ഈ കാര്യത്തിലില്ല. എല്ലാവരോടും പറയുന്നത് ഭാരതീയ സംസ്കൃതിയെക്കുറിച്ച് പഠിക്കൂ, നമ്മുടെ മൂല്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കൂ, നിങ്ങളെ കുഞ്ഞുങ്ങളെ നമ്മുടെ മൂല്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തൂ. നമ്മുടെ അച്ഛനാരാ, നമ്മുടെ അമ്മയാരാ, മുതുമുത്തശ്ശന്മാരാരാ, നമ്മുടെ സംസ്കാരം എന്താ, നമ്മുടെ വിനയം എന്താ, നമ്മുടെ ശുചിത്വം എന്താ, ഇത് ആളുകളെ പറഞ്ഞ് പഠിപ്പിക്കാം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനായിക്കൊണ്ട് നമ്മുടെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകർ ഇവിടെയുണ്ട്. അവരെല്ലാവരും ഈ ആശയത്തോട് യോജിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഏതായാലും നമുക്ക് മുന്നോട്ട് പോകണം.
അവിടെ ഞാനിപ്പോൾ പഠിപ്പിച്ച ഏതാണ്ട് 2-2.5 ലക്ഷം ആളുകളുണ്ട്. അവരെല്ലാവരും ഈ രീതിയിൽ ആചരിക്കുകയും സ്വയം ജീവിതത്തിൽ അത് പകർത്തി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഈ വേദ തീർത്ഥാടനം എന്ന് പറയുന്ന ഈ ഒരു കണ്ണൂരിൻ്റെ ഒരു ഉത്സവമാക്കിയിട്ട് എല്ലാ വർഷവും നടത്തണം എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. ഒരു വേദ തീർത്ഥാടനം എല്ലാ വർഷവും നടത്തുക. അപ്പോൾ അങ്ങനെ ഈ തവണ അത് ഭംഗിയായി നടത്താൻ ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഭാരതമെന്ന ഇന്ത്യ. എന്തുകൊണ്ട് ഭാരതം എന്ന ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഭാരതം? ഈ രണ്ടുപേരെന്തിന്? ഭരതൻ ഭരിച്ചത് കൊണ്ടാണോ? അല്ല. ഭരതമുനി ഭരതനാട്യം എന്നൊരു നൃത്തശില്പത്തിന് രൂപം കൊടുത്തത് കൊണ്ടാണോ? അല്ല. പിന്നെയോ? ഭാസിൽ രതി കൊള്ളുന്ന രാജ്യമാണ് ഭാരതം. ഭാസിൽ രതി കൊള്ളുക എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൽ ആനന്ദം കൊള്ളുക. എന്താണ് ഈ പ്രകാശം? അറിവിൻ്റെ പ്രകാശം. ഈ അറിവിൻ്റെ പ്രകാശത്തിൽ നിന്നാണ് നമ്മുടെ സംസ്കാരത്തിനെ പറ്റി പറയുമ്പോഴൊക്കെ ഭാരതീയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇന്ത്യൻ സംസ്കാരം എന്ന് പറയില്ല. ഭാരതീയ സംസ്കാരം രൂപപ്പെട്ടത്, ഏറ്റവും പുരാതനമായ, ഏറ്റവും മഹത്തായ ഭാരതീയ സംസ്കാരം രൂപപ്പെട്ടത് ഈ അറിവിൽ നിന്നാണ്, അറിവിൻ്റെ പ്രകാശത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഭാരതമായത്. ഈ സംസ്കാരത്തിൽ നിന്നാണ് വേദങ്ങളുണ്ടായത്. ഈ സംസ്കാരത്തിൽ നിന്നാണ് ഉപനിഷത്തുക്കളുണ്ടായത്, പുരാണങ്ങളുണ്ടായത്. യുദ്ധക്കളത്തിൽ നിന്ന് സമാധാനത്തിൻ്റെ കാഹളമൂതിയ ഭഗവത്ഗീത ഉണ്ടായത്, ക്ഷേത്രങ്ങളുണ്ടായത്, മഹർഷിമാരുണ്ടായത്, മറ്റ് പല ശാസ്ത്രങ്ങളും ഉണ്ടായതൊക്കെ ഈ സംസ്കാരത്തിൽ നിന്നാണ്. ഈ സംസ്കാരത്തിൻ്റെ 4 നെടും തൂണുകളായിട്ട് ഞാൻ കാണുന്ന 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രപഞ്ചസ്നേഹം, ലവ് ഓഫ് ദ യൂണിവേഴ്സ്. യൂണിവേഴ്സൽ ലവ് എന്നല്ല, ഞാൻ ലവ് ഓഫ് ദ യൂണിവേഴ്സ്, പ്രപഞ്ച സ്നേഹം. രണ്ടാമത്തേത് ഈശ്വര വിശ്വാസം, അതിൽ നിന്നുള്ള ഈശ്വര ഭക്തി. 3, ധർമ്മം. 4, കർമ്മം. ഇതൊക്കെ കൂടിയിട്ടാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിന്ദു മതത്തിലെ പഴയ പേര് സനാതനധർമ്മം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രപഞ്ച സ്നേഹം ഇല്ലേ, ഓരോന്നിനും ഓരോ വരിയുണ്ട്, അത് മാത്രം എടുത്താൽ മതി. പ്രപഞ്ച സ്നേഹം, ലോകസമസ്ത സുഖിനോ ഭവന്തു. എവിടെയാണ്, ഏത് മതത്തിലാണ് ഇതുപോലെ ഒരു പ്രാർത്ഥനയുള്ളത്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. നമ്മളെന്താ പ്രാർത്ഥിക്കുക? ഈശ്വര, എനിക്ക് നന്മ വരുത്തണേ, എൻ്റെ കുടുംബത്തിന് നന്മ വരുത്തണേ, അല്ലേ? ഈ ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്നത് ലവ് ഓഫ് ദ യൂണിവേഴ്സാണ്, പ്രപഞ്ച സ്നേഹമാണ്. അതുപോലെയാണ് നാരായണായേതി സമർപ്പയാമി, എല്ലാം നാരായണനായിക്കൊണ്ട് സമർപ്പിക്കുന്നു. ഈശ്വര വിശ്വാസം, ഈശ്വര ഭക്തി. ധർമ്മോ ആത്മത് കുലദൈവത, നമ്മുടെ കുലദൈവമാണ് ധർമ്മം. നിയതം കുരു കർമ്മത്വം, കർമ്മം ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്കാരത്തിൻ്റെ നെടുന്തൂണുകളിൽ നിന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് ഈ പ്രപഞ്ച സ്നേഹവും ഈ ഈശ്വര ഭക്തിയും, ഈശ്വര വിശ്വാസം, അതിലാണല്ലോ ഭക്തി ഉണ്ടാകുക, ഈ ധർമ്മവും ഈ കർമ്മവുമാണ്. ഇതാണ് പഴയ സനാതന ധർമ്മം, അതിൻ്റെ നെടുന്തൂണുകൾ. പക്ഷേ ഇന്ന് ആചാര്യൻ പറഞ്ഞ മാതിരി ഇതൊക്കെ കാണുന്നുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇത് എവിടെയോ താഴത്തേക്ക് എത്തിയിട്ടില്ലേ? എത്തി. ഞാൻ
എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ സ്ഥിതി ഒരു വാട്സാപ്പിലെ തമാശയാണിത്. അതും വേണം, രാജാനും പറഞ്ഞു, രണ്ടും വേണം. വാട്സാപ്പിലെ തമാശയാണ്. ഒരു കുട്ടി ഒരു അമ്മൂമ്മക്ക് എന്തോ ഒരു പിറന്നാളിന് ഫുട്ബോൾ കൊണ്ട് കൊടുത്തു സമ്മാനം. അപ്പോൾ ആൺകുട്ടിയുടെ സഹോദരി ചോദിച്ചു, നീ എന്തിനാണ് അമ്മൂമ്മക്ക് ഫുട്ബോൾ കൊണ്ട് കൊടുത്തത്? അമ്മൂമ്മ ഫുട്ബോൾ കളിക്കുമോ? അതിനെന്താ? അമ്മൂമ്മ എനിക്ക് തന്നത് ഭഗവത്ഗീതയാണ്. ഉത്തരം നോക്കണം. അമ്മൂമ്മ എനിക്ക് തന്നത് ഭഗവത്ഗീതയാണ്. എനിക്കെന്താ ആവശ്യം ഭഗവത്ഗീത കൊണ്ട്? അതുകൊണ്ട് ഞാൻ അമ്മൂമ്മക്ക് ഫുട്ബോൾ കൊടുത്തു. ഇതാണ് ഇന്ന് ഉത്തരം. അപ്പോൾ ഇങ്ങനെ ഈ സംസ്കാരം, ഈ അറിയേണ്ട കാര്യങ്ങൾ എവിടെയോ എത്തിയിരിക്കുന്നു. ഇത് തിരിച്ചു കൊണ്ടുവരണ്ടേ? തീർച്ചയായിട്ടും ആചാര്യം പറഞ്ഞ മതി ഇത് തിരിച്ചു കൊണ്ടുവരണം. ONV കുറുപ്പ് ഭൂമിക്കൊരു ചരമഗീത എഴുതി, നേരത്തെ എഴുതിയതാണ്. നമുക്ക് നമ്മുടെ സംസ്കാരത്തിന് ഒരു ചരമഗീത എഴുതേണ്ടി വരുമെന്നാണ് ഇന്നത്തെ സ്ഥിതി. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് മുമ്പ് അതിനെ ഒരു ചൈതന്യം കൊടുക്കണം. എങ്ങനെയാണ് ക്ഷേത്രത്തിൽ ചൈതന്യം കൊടുക്കുക? നവീകരണ കലശം അല്ലേ? പുതിയ ക്ഷേത്രങ്ങൾക്കൊക്കെ ആ ചൈതന്യം നശിച്ചാൽ ഒരു നവീകരണ കലശം കഴിക്കണം. അതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഒരു നവീകരണ കലശം ആവശ്യമാണ്, ഒരു സംശയമില്ല. ആ നവീകരണ കലശത്തിൽ കൂടി മാത്രമേ, കലശം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, അതാണ്. ആ നവീകരണ ഇതിൽ കൂടി മാത്രമേ നമ്മുടെ ഈ ചൈതന്യം നമുക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഴുവനായിട്ട് നഷ്ടപ്പെടുന്ന ഈ സംസ്കാരം തിരിച്ചെടുക്കാൻ കഴിയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. ഭാരതമായിട്ട് നിൽക്കണമെങ്കിൽ ഈ സംസ്കാരം തിരിച്ചെടുക്കണം. ഈശ്വരവിശ്വാസം വേണം, ലോക സ്നേഹം വേണം, ധർമ്മം വേണം, കർമ്മം വേണം. ഇതിന് സ്വാമി ചിന്മയാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കിന്ന് വേണ്ടുന്നത് വിവേകാനന്ദന്മാരുടെ ഒരു സൈന്യവ്യൂഹമാണ്. നമ്മുടെ ക്യാപ്റ്റൻ മേജർ എന്നല്ല, വിവേകാനന്ദന്മാരുടെ ഒരു സൈന്യവ്യൂഹമാണ് വേണ്ടത്. ഗുരുനാഥന്മാർ, ആചാര്യന്മാർ ഒക്കെ വേണം. അവരാണ് വേണ്ടുന്നത്. നമുക്കില്ലാഞ്ഞിട്ടല്ല, നമുക്ക് എടുത്താൽ നമ്മുടെ രാജ്യത്തുണ്ടായ മാതിരി ഈ ഗുരുനാഥന്മാരും ആചാര്യന്മാരും വരെ എവിടെ ഉണ്ടാവില്ല. ശങ്കരാചാര്യ തൊട്ടും കൊണ്ട് നമുക്ക് തുടങ്ങിയാൽ വിവേകാനന്ദൻ, നാരായണ ഗുരു സ്വാമിജി, ഇല്ലേ, എത്ര ആൾക്കാരുടെ പേര് പറയാം. രാമകൃഷ്ണ പരമഹംസൻ, സായിബാബ, ഇങ്ങനെ എത്രയോ പേര് പറയാം. അതുപോലെ ഒരു സൈന്യവ്യൂഹം നമുക്ക് വിവേകാനന്ദന്മാരുടെ, നാരായണ ഗുരു സ്വാമിയുടെയൊക്കെ ഒരു സൈന്യവ്യൂഹമാണ് വേണ്ടത് നമ്മുടെ ഭാരതത്തെ സംരക്ഷിക്കാൻ. ഞാൻ ആ വാക്കുപയോഗിക്കുന്നു ഇന്ത്യ എന്നല്ല. നമ്മുടെ ഭാരതത്തെ സംരക്ഷിക്കണമെങ്കിൽ ഇങ്ങനൊരു സൈന്യവ്യൂഹമാണ് വേണ്ടത്. ഈ ആചാര്യന്മാർ ഞാൻ ആചാര്യന്മാരും ഗുരുക്കന്മാരും എന്ന് പറഞ്ഞു. ഗുരു ബ്രഹ്മ തുടങ്ങി. ആചാര്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആചാര്യം പറഞ്ഞു തരുന്നു, പഠിപ്പിച്ചു തരും ആചാരങ്ങൾ. എന്ത് ചെയ്യണം, എന്താണ് ധർമ്മം. ആചാര്യൻ പറഞ്ഞ ആചാര്യ രാജേഷ് പറയുന്ന മാതിരി പലതും പഠിപ്പിച്ചു തരുന്നത് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. എന്തിനാണ് വേദം പഠിക്കുന്നത്, എന്തിനാണ് ഇവിടെ ഹോമം കഴിക്കുന്നത്, യാഗം കഴിക്കുന്നത്, എല്ലാം പറഞ്ഞു. ഗുരു എന്ന് പറഞ്ഞാലോ ഓരോ സംസ്കൃത വാക്കിന് ഓരോ അർത്ഥമുണ്ട്. ഗുരു എന്ന് പറഞ്ഞാൽ, ഗു എന്ന് പറഞ്ഞാൽ അന്ധകാരമാണ്, രു എന്ന് പറഞ്ഞാൽ രോധിക്കുകയാണ്. അപ്പം അന്ധകാരത്തിനെ ഇല്ലാണ്ടാക്കുന്ന ആളാണ് ഗുരു, പ്രകാശം തരുന്ന ആൾ ഹൃദയത്തിന്, മനസ്സിന്. അപ്പം ഗുരുനാഥന്മാരും ആചാര്യന്മാരും നമുക്ക് ആവശ്യമാണ്. എന്തിന്? ഇവരുടെ എന്തിനാണ് സൈന്യവ്യൂഹം എന്ന് പറയുന്നത്? എന്തിനാണ്? മഹാകവി വള്ളത്തോൾ പാട്ടിൻ്റെ തന്നാൽ കരയേറേണ്ടവരെത്ര പേരോ താഴത്ത് പാഴ്ചയറിലമർന്നിരിക്കെ താൻ ഒറ്റയിൽ ബ്രഹ്മപദം കുതിക്കും തപോനിധിക്ക് എന്തൊരു ചാരിതാർത്ഥ്യം. തപോനിധി എന്ന് പറഞ്ഞ ചാരിതാർത്ഥ്യത്തിന് സ്വന്തം ഇരുന്ന് ജയിച്ചാൽ പോരാ, സമൂഹത്തിൽ ഇറങ്ങി വരണം. താൻ ഒറ്റയിൽ ബ്രഹ്മപദം കൊതിച്ചാൽ പോരാ, മറ്റവരൊക്കെ പാഴ്ചയറിൽ അമർന്നിരിക്കുകയാണ്, അവരെ ഉയർത്തിക്കൊണ്ടുവരണം. അതിന് ശ്രമിക്കുന്നവരെ തപോനിധിക്ക് എന്തൊരു ചാരിദാസന് കവി പാടിയത് വളരെ ശ്രദ്ധിക്കണം. തന്നാൽ കരയറേണ്ടവരെത്ര പേരോ താഴത്ത് പാഴ്ചയറിലമർന്നിരിക്കെ താൻ ഒറ്റയിൽ ബ്രഹ്മപദം കുതിക്കും തപോനിധിക്ക് എന്തൊരു ചാരിതാർത്ഥ്യം ഇല്ല, ചാരിതാർത്ഥ്യമില്ല. അതുകൊണ്ട് ഗുരുനാഥന്മാരും ആചാര്യന്മാരും എല്ലാവരും ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം
തിരിച്ചു കൊണ്ടുവരില്ല. ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ നമ്മൾ മുമ്പോട്ട് ഒരടി നടക്കുമ്പോൾ പുറകോട്ട് നോക്കണം. പുറകോട്ട് നോക്കിയിട്ട് വേണം മുമ്പോട്ട് നടക്കാൻ. വെറുതെ മുമ്പോട്ടേക്ക് തോന്നി പോലെ നടന്നാൽ പോരാ. എന്ത് ചെയ്തു നമ്മൾ, എന്തായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം മുമ്പോട്ടേക്ക് പോകാൻ. അതുകൊണ്ട് അതിൻ്റെ ഒരു സമൂഹം, ഞാൻ കാണുന്ന സമൂഹത്തിൻ്റെ, ആചാര്യ സമൂഹത്തിൻ്റെ ഒരു ഇന്നത്തെ പ്രധാനപ്പെട്ട ആചാര്യനാണ് ആചാര്യ രാജേഷ്. അദ്ദേഹത്തിൻ്റെ തപസ്യവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിലും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ്. വളരെയധികം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും നാം എന്തുദ്ദേശിക്കുന്നുവോ, നാം എന്തിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്നുവോ അതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുവാൻ ഇതേപോലെയുള്ള കണ്ണൂരിൽ നിന്ന് നടക്കുന്ന വേദ തീർത്ഥാടനത്തിൽ മറ്റ് പല പരിപാടികൾക്കും കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന് നടത്തുന്ന ഈ സാമൂഹ്യം നമ്മളതിനെ ആത്മീയം മതം എന്ന് മാത്രം പറയുന്നത്. സമൂഹം എന്ന് പറയുന്നത് ആത്മീയമില്ലാണ്ട് സമൂഹമില്ല. അത് ആദ്യം മനസ്സിലാക്കണം. അപ്പം സാമൂഹികമായ എന്ന് പറഞ്ഞാലും തെറ്റില്ല, ആത്മീയമാണ് അതിൽ പ്രധാനം. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് ആത്മീയത വേണം. അതുകൊണ്ട് ഈ സാമൂഹികമായ ആത്മീയമായ അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും വിജയമുണ്ടാകട്ടെ, ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ അത് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓം വിശ്വാനി ദേവ സവിതർദുരിതാനി പരാസുവ യദ്ഭദ്രം തന്നാസുഹം. ശ്രീ ആചാര്യശ്രീ കാശ്വ വേദ സിസ്റ്റ് ഫൗണ്ടേഷൻ്റെ മാതൃസ്ഥാനത്ത് നിൽക്കുന്നതും കാശ്വ കുടുംബം സ്നേഹവും ബഹുമാനവും നിറഞ്ഞ മീരേച്ചി, വേദിയിലിരിക്കുന്ന വ്യക്തിത്വങ്ങളെ, സദസ്സിലും ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, 2020 വേദ തീർത്ഥാടനം കേരളത്തിലെ വിവിധ ജില്ലകളിൽ നടന്നു കഴിഞ്ഞു. വയനാട്, തൃശ്ശൂർ, മലപ്പുറം, കണ്ണൂർ നടന്നുകൊണ്ടിരിക്കുകയാണ് 3 ദിവസത്തെ പരിപാടി. ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയപ്പോഴും ഗുരുനാഥനും വളരെ വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഹിന്ദു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ വേദങ്ങൾ, ആ വേദങ്ങളെ അറിയുവാൻ വേണ്ടിയാണ് നമ്മളെ ഭാരതത്തിൻ്റെ മുനിമാരും നമ്മളെ ഋഷിമാരും വലിയ നിർദ്ദേശം വെച്ചിട്ടുണ്ട്. സനാതനധർമ്മത്തിൻ്റെ ആണിവേരായ വേദങ്ങളെ പിൻപറ്റൂ, ആ വേദങ്ങൾ പഠിച്ചുകൊണ്ട് 2 സന്ധ്യകളിൽ ഉപാസന ചെയ്യൂ എന്ന് വലിയ നിർദ്ദേശമാണ് നമ്മളെ ഋഷിമാരും മുനിമാരും ഒക്കെ മുന്നോട്ട് വെച്ചത്. ഒരു കാലഘട്ടം ഭാരതത്തിലെ അസേതു മുതൽ ഹിമാചലം വരെ തപസ്വികളായിരുന്നു. നമുക്ക് ഗുരുകുല വിദ്യാഭ്യാസം നല്ല രീതിയിൽ ഭാരതത്തിലുണ്ടായിരുന്നു. അന്നാണ് ഭാരതം സമൃദ്ധിയുടെ കൊടിമുടി താണ്ടിയത്. ആ ഗുരുകുല വിദ്യാഭ്യാസം നമ്മുടെ കയ്യിൽ നിന്ന് പോയതും പഠന സംവിധാനങ്ങൾ ഇല്ലാതായതും മഹർഷി ദയാനന്ദ സരസ്വതിയെ പോലെയുള്ള ഋഷിമാരുടെ ആഹ്വാനം ചെവിക്കൊള്ളാതിരുന്നതും ഇന്ന് ഹിന്ദു സമൂഹം വളരെ ഇരുട്ടിലാണുള്ളത്. കാരണം ഉപാസന എന്ന് പറയുന്ന ഒരു വലിയ കാഴ്ചപ്പാടാണ് ഭാരതത്തിലെ ഹിന്ദു സംസ്കാരം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് വേണ്ടത്. ആ ഹിന്ദു സംസ്കാരമാണ് ലോക മതങ്ങളുടെ മാതാവാണ്. അവിടെ അത് പഠിക്കാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ വർത്തമാനകാലത്തിൽ തപ്പുന്നത്. നമുക്കൊരു ഗുരു വേണം. ആ ഗുരുമുഖത്ത് നിന്ന് വേദം പഠിച്ചുകൊണ്ട് തൻ്റെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയാൻ കഴിയുന്ന ഇത്രയും മഹത്തരമായ ഒരു വലിയ സന്ദേശമാണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ അത് പഠന സംവിധാനം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അവിടെയാണ് അധ്യക്ഷ പ്രസംഗം നടത്തിയപ്പോൾ കണ്ണൂരുടെ മേയർ പറഞ്ഞത് 1.5 വയസ്സുള്ള തൻ്റെ കുഞ്ഞിനെ കൊല്ലാനുള്ള മനസ്സ് കാണിക്കുന്നു. കേരളം മറ്റ് സ്റ്റേറ്റുകൾക്ക് മാതൃകയാണെന്ന് പറയുന്നു. ഇവിടെ എല്ലാ ദിവസങ്ങളും പത്രത്താളുകളിൽ നമുക്ക് ദുഃഖമാണ് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, 3 വയസ്സായ ഒരു കുട്ടിയെ മാരകമായി മർദ്ദിച്ച് എല്ലാ ദിവസങ്ങളും നമുക്ക് വാർത്ത കേൾക്കുമ്പോൾ സങ്കടങ്ങൾ വരികയാണ്. എവിടെയാണ് ഇതിൻ്റെ
സംഭവങ്ങൾ പറ്റിയിരിക്കും. നോക്കൂ, ഒരു ഉപാസന ചെയ്യുന്ന, കൃത്യമായി വേദങ്ങളെ പിൻപറ്റിക്കൊണ്ട് 2 സന്ധ്യകളിൽ ഉപാസന ചെയ്യുന്ന ഒരാൾക്കും അത് ചെയ്യാൻ കഴിയില്ല. ഇവിടെയാണ് ഉപാസനൻ്റെ പ്രസക്തി. ഇവിടെയാണ് കാശി ആശ്രമം 2003 കേരള സമൂഹത്തിനോട് ഗുരുനാഥൻ പറഞ്ഞത്, നിങ്ങൾ വേദം പഠിച്ച് ഉപാസന പിൻപറ്റും. ആ ഉപാസന ചെയ്യുമ്പോഴാണ് നമ്മുടെ കുടുംബ സംവിധാനത്തിൽ മാറ്റം വരുന്നത്, നമ്മുടെ സമൂഹത്തിൽ മാറ്റം വരുന്നത്, നമ്മളെ രാഷ്ട്രത്തിൽ മാറ്റം വരുന്നത്. അറിവുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായി വേദങ്ങൾ എക്കാലത്തും നിലകൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വലിയ ഗുരുക്കന്മാരും ആചാര്യന്മാരും നമ്മളെ സന്യാസി വര്യന്മാരും ഒക്കെ നിങ്ങൾ വേദത്തെ പിൻപറ്റൂ എന്ന് പറയുന്നത്. അത് ചെവിക്കൊള്ളുക, അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുക. ഇന്ന് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വേദപാഠശാലകൾ നിറഞ്ഞു നിൽക്കുകയാണ്. 100 കണക്കിന് ആളുകളാണ് വേദം പ്രചരിപ്പിക്കാൻ കാശ്യപാശ്രമത്തിൻ്റെ ഗുരുവിൻ്റെ കീഴിലെ ശിഷ്യന്മാരുള്ളത്. അവർക്കെല്ലാം വേദം പഠിച്ച് ഉപാസന ചെയ്യുമ്പോൾ തൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം വലുതാണ്. ആ നിരന്തരമായിട്ടുള്ള തൻ്റെ ഉള്ളിലെ ശക്തി അറിയാൻ വേണ്ടി ഉപാസന പിൻപറ്റുകയും അതിന് ഉപകാരപ്രദമാകട്ടെ ഈ 2020 വേദ തീർത്ഥാടനം, നമുക്ക് യജ്ഞങ്ങളും വേദങ്ങളും നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാഷ്ട്രത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. അതിന് നമ്മൾ ഓരോ ആളുകളും നമ്മളാൽ കഴിയുന്ന സംഭാവന ചെയ്തുകൊണ്ട് ഈ നല്ല ധർമ്മത്തെ, സനാതന ധർമ്മത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോ ആളുകളും അതിന് തയ്യാറാകണമെന്നാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അത് വരും തലമുറയ്ക്ക് വലിയ സംഭാവനയായിരിക്കും ഈ രാഷ്ട്രത്തിൽ കൊടുക്കുന്നത്. വരും തലമുറയ്ക്ക് നമുക്ക് കൊടുക്കാനുള്ള ഭൗതികമായ നേട്ടം മാത്രം പോരാ, അത് താൽക്കാലികമായ സംവിധാനമാണ്. ഈ അറിവ് കൊടുക്കണമെങ്കിൽ അതിന് വേദ സംവിധാനങ്ങൾ വേണം, ഗുരുകുല സംവിധാനം വേണം, അതിന് നേതൃത്വം കൊടുക്കുന്ന ഗുരുനാഥന്മാർ വേണം. അതുകൊണ്ടാണ് കാശ്യപാശ്രമത്തിൻ്റെ ആ വലിയൊരു ഒഴുക്കിനെ നിങ്ങളെല്ലാവരും സഹകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ വേദവാഹിനിയുമായി ബന്ധപ്പെട്ട് വരും നാളുകൾ ക്ലാസ്സിൽ ചേരാനും അത് നമ്മുടെ ഉപാസനയായി സ്വീകരിക്കാനും നമ്മുടെ വീടുകളിൽ ഉപാസന ചെയ്യുന്ന ഒരു സംവിധാനമായി മാറട്ടെ എന്ന് സർവേശ്വരനോടും ഗുരു പരമ്പരയോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നല്ല സംരംഭത്തിൻ്റെ എല്ലാ ഭാവങ്ങളും ആശംസിച്ചു നിർത്തുന്നു. നമസ്തേ. വേദിയിലിരിക്കുന്ന അഭിവന്ദ്യരെ, രാജാര്യ രാജേഷ് ഇത് തുടങ്ങുന്ന കാലത്ത് ഞാൻ മാതൃഭൂമിയിലായിരുന്നു. ഇങ്ങനെ കഴിയുമോ എന്ന് ഞാൻ ശങ്കിച്ചിരുന്നു. കാരണം അനന്തമാണ്, അഗാധമാണ്. ഏതെങ്കിലും അല്പമെങ്കിലും അറിഞ്ഞാൽ ഗുണം കിട്ടുന്ന രീതിയിലാണ് ആർഷ ജ്ഞാനികൾ ഇതിനെ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് ആരെന്ത് ചെയ്താലും മഹാഭാരതം പോലെ രാജ്യത്തിൻ്റെ പേരിലുള്ള ഒരു പുസ്തകം പോലും ലോകത്താർക്കും കഴിഞ്ഞിട്ടില്ല. ഇതിനു തുല്യമായി മഹത്വാൽച്ച ഭാരവത്വാച്ചാൽ മഹാഭാരതമിതീരിത, മഹത്വം കൊണ്ടും ഭാരവത്വം കൊണ്ടും മഹാഭാരതം എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. വിദേശികൾക്ക് രത്നാകരമാണ് നമ്മുടെ ഭാരതം. മാത്രമല്ല, രാമായണം മുതൽ രാമായണം പഠിച്ചു മനസ്സിൽ കടന്ന് തിളച്ചു മറിഞ്ഞു. വാൽമീകിയുടെ പഠിച്ച് മനസ്സിൽ കടന്നു. സുന്ദരമായ രാമായണം അത് പഠിച്ച് തനിക്കതിലെ വർണ്ണമഹത്വം, വർണ്ണനാ സാമർഥ്യം മുഴുവൻ പഠിച്ചിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു. ബ്രഹ്മാവിൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ്. നമ്മൾ പറയും ഒരാൾ മുക്കുവനാണ്, ഒരാൾ തോട്ടിയാണ്, വരുണി എന്നാണ് വിളിക്കാറുള്ളത് വാൽമീകിയെ. വരുണൻ്റെ മക്കളാണ്. അപ്പം വ്യാസൻ അതിൻ്റെ ചരിത്രം തന്നെ പറയുന്നുണ്ട്, നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. ശിവൻ ആദിശക്തിയാണ്. അണുവിൽ നിങ്ങൾ സാധാരണഗതി യുറേനിയം U-235 അത് വിഭജിച്ച് ന്യൂട്രോൺ തൊടുത്ത് കയറ്റി ഭേദിച്ച് E=mc² എന്ന് പഠിക്കുന്ന അതേ തിയറി തന്നെ നിങ്ങളെ 5 വയസ്സെനിക്കില്ല വിളക്ക് വെക്കുമ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ ഭുവനത്തെ അഴിച്ചു നോക്കിയാൽ അവശേഷിപ്പതണുക്കൾ മാത്രമാം, അവയിൽ പുനരുറ്റു നോക്കിയാൽ അവഭാസിപ്പതു ശക്തി മാത്രമാം. ആ ശക്തിയെയാണ്, ആ ചേതനയാണ് നമ്മൾ ആദരിച്ചിരുന്നത്. ഊഞ്ഞാൽ കെട്ടുമ്പോൾ അതിൻ്റെ കമ്പിൻ്റെ ബലം നോക്കിയാണ്, അല്ലെങ്കിൽ ഒടിഞ്ഞു പോവും. ആ ശക്തി എവിടെയാണ് കുടികൊള്ളുന്നതെന്ന് ശിവനിലാണ് എന്നറിയാം. വശധാസവും ശിവസ്മൃത, സർവ്വതിനെയും വശീകരിക്കുന്നവനാണ് ശിവൻ. വർണ്ണപ്രത്യേനാദേവ, വർണ്ണത്തെ തിരിച്ചിട്ട് പശ്യക കശ്യപോയഥ, പശ്യകൻ സർവ്വജീവജാലങ്ങളിലും ജീവൻ വേണമെന്ന നിർദ്ദേശപ്രകാരം എല്ലാ ജീവജാലങ്ങളിൽ. അതുകൊണ്ട് നമ്മളെല്ലാം കാശ്യപന്മാരാണ്, ധൈര്യമായിട്ട് പറയാം.
നാരായണ ഗുരു വെറുതെ അല്ല ആരെങ്കിലും ചെന്ന് ഗോത്രം ചോദിക്കുമ്പോൾ കാശ്യപന്മാരെന്ന് പറയണം, വെറുതെ പറഞ്ഞല്ല. പശ്യക, സമസ്ത ജീവിയെയും കാണുന്നവൻ. അങ്ങനെ വർണ്ണം തിരിച്ച് ശബ്ദമുണ്ടാക്കുന്ന രീതിയെക്കുറിച്ചൊക്കെ പഠനം നടത്തിയിട്ടുണ്ട്. നമുക്ക് പറ്റിപ്പോയ അബദ്ധം, മെക്കാളെ എന്ന് പറയുന്ന ഒരാൾ ഒരു ഷോക്കേസിൽ വെക്കാൻ പുസ്തകം ഇന്ത്യക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. ആ വിഡ്ഢിത്തരം പഠിച്ച പാരമ്പര്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് 10 മെക്കാളെ പ്രഭുമാർ 120 വയസ്സ് വരെ ജീവിച്ചിരുന്ന് 1200 കൊല്ലം അയാൾ ജീവിച്ചാൽ പഠിക്കാൻ കഴിയാത്തത്ര ഗ്രന്ഥസമാഹാരങ്ങളുടെ രാജ്യമാണ് ഭാരതം. നിങ്ങൾ ഓരോ സ്മൃതി ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന കിട്ടിയിടത്തോളം സ്മൃതി വെച്ചെങ്കിൽ നമ്മുടെ അംബേദ്കർ സ്മൃതി ഭരണഘടന 57ാമത്തെ സ്മൃതിയാണ്. ശിവസ്മൃതിയുണ്ട്, വിഷ്ണു സ്മൃതിയുണ്ട്, പരാശര സ്മൃതിയുണ്ട്, മനുസ്മൃതിയുണ്ട്, യമസ്മൃതിയുണ്ട്. ഇതിൽ ഓരോ പദ്യമെങ്കിലും പഠിക്കാൻ നമുക്ക് സമയം കിട്ടുമോ? ഇങ്ങനെ ഗ്രന്ഥപരമ്പരകളുടെ ആചാര്യ പരമ്പരകളുടെ ഒരു നാടാണ്. ആചാര്യ സ്ഥാനത്തോടുകൂടി ആരെങ്കിലും ഭരിക്കാൻ വന്നാൽ അവരുടെ കൈകളിലേക്ക് രാജ്യം മാറും, സംശയമൊന്നുമില്ല. നമ്മുടെ യോഗശാസ്ത്രം ചൈന വന്മതിലിൻ്റെ മേൽവരവ് എന്നെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഒരു ഋഷി പാരമ്പര്യം അനർഷിക്കവി, ഋഷി അല്ലാത്തവൻ കവിയാകരുത്. ഋഷിയ ക്രാന്തരാഷ്ട്രാരാ, ഋഷികൾ 3 ക്രാന്തമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട, 3 കാലങ്ങളെക്കുറിച്ചും അറിഞ്ഞവൻ. നമ്മൾ വർത്തമാനകാലം പോലും മുഴുവൻ അറിയുന്നില്ല. ഭാവിയും ഭൂതവും വർത്തമാനവും ഒരുപോലെ കണ്ടറിയുന്നവനാണ് ഋഷി. അവരാണ് കവി. കവ്വേത്തി കവി. എന്നാൽ ഞാൻ വാക്യപതീയം പഠിച്ചിട്ടൊരു കവിയാകാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ലത്. വാക്യപതീയം അതിൻ്റെ ലക്ഷണശാസ്ത്രമാണ്. ഇതമന്ധം നമകൃഷ്ണഞ്ജായേത ഭുവനത്രയം ഏതി ശബ്ദാഹ്വയം ജ്യോതിയാ ചന്ദ്രാർക്കന്നദീപ്യതേ. ആദ്യത്തെ പദ്യമായി പറഞ്ഞത് ഇതമന്ധം തമകൃഷ്ണം, കൂരിരുട്ടിൽ ആണ്ടുപോകുമായിരുന്നു ഈ ലോകം മുഴുവൻ. എന്ത് സംഭവിച്ച്? ശബ്ദാഹ്വയം ജ്യോതി, ശബ്ദമെന്ന നക്ഷത്രം ഉദിച്ചുയർന്നതുകൊണ്ട് ഈ ലോകം പ്രകാശമാനമായി തീർന്നു. ഭാരതം പാസിൽ രമിക്കുന്നത്, ജ്ഞാനത്തിൽ ലയിക്കുന്നത്. ഏഷ്യ ദ ലാൻഡ് ഓഫ് ലൈറ്റ്, അസു ദ ലാൻഡ് ഓഫ് ലൈറ്റ്, കിഴക്ക് നിന്നാ പോയിരിക്കുന്നത്. നമ്മുടെ കാശ്മീരിൽ വന്ന് പഠിക്കാത്ത ആരുമില്ല. കാശ്മീരിൽ എഴുതിയ 9ാം ശതകത്തിൽ എഴുതിയ പുസ്തകം, അതിന് കിടപിടിക്കത്തൊക്കെ ഒരു ഗ്രന്ഥം ഇന്ന് വരെ ലോകത്തുണ്ടായിട്ടില്ല. തറപ്പിച്ച് പറയാം. എന്താണ് ധ്വനിശാസ്ത്രം എന്ന് ആനന്ദവർദ്ധനൻ നമ്മളെ നല്ലതുപോലെ പഠിപ്പിച്ചു. ഒരാളെ ഞാൻ കോപിച്ച് കഴുതേ എന്ന് വിളിക്കുമ്പോൾ അവൻ ചെവിയുണ്ടോ, തൻ്റെ മുഖം നീണ്ടതാണോ, വൈക്കോലും ഒക്കെയാണോ ഞാൻ കഴിക്കുന്നത്, എനിക്ക് വാലുണ്ടോ ചിന്തിക്കാറില്ല. ആ കഴുത എന്ന വിളിയിൽ എന്തോ ഉണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് കൊള്ളരുതായി വന്ന എന്ന ലക്ഷ്യത്തിലേക്ക് എത്തി എങ്ങനെ ചേരും എന്ന് ധ്വനിശാസ്ത്രകാരന്മാർ 9ാം ശതകത്തിൽ കാശ്മീരി ബ്രാഹ്മണൻ എഴുതി വെച്ചതാണ്. പിന്നീട് അഭിനവഗുപ്തനെ പോലെയുള്ളവർ ഒരുപാട് എഴുതി വെച്ചു. നമ്മൾ നമ്മുടെ രാജ്യത്തേക്ക് ആണ്ടിറങ്ങുക, മെക്കാളെ പറഞ്ഞ വിഡ്ഢിത്തം മറന്നു പോവുക. ഉള്ളൂർ ചില കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് ഈ പുസ്തക ദീപ്ത, അതായത് ഒന്നിന് പുറമേ ഒന്നായിട്ട് വിജ്ഞാനദീപിക. അതിൽ ചില സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മോക്ഷമൂലാചാര്യൻ മാക്സ് മുള്ളർ എന്നുള്ളതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന തർജ്ജിമയാണ്. സംസ്കൃതത്തെ ഇവിടുന്ന് കൊണ്ടുപോയി മതം പഠിപ്പിക്കാനാണെങ്കിൽ ജർമ്മനിയിൽ ഗവേഷണ സ്ഥാപനങ്ങൾ വന്നു. ആചാര്യ രാജേഷ് തൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ നമ്മുടെ ശങ്കരാചാര്യരുടെ ഒരു പക്ഷേ പരമ്പരയിൽ പെട്ടെന്ന് വരാം. എങ്ങനെയെന്നാൽ കലിയുഗ ആചാര്യനാണ് ശങ്കരാചാര്യർ. അദ്ദേഹം ഇതിലെ കൂടെ കടന്നുപോയി എന്ന് ചില രേഖകൾ കാണുന്നുണ്ട്. നിങ്ങൾ കൊട്ടിയൂർ പോകുന്ന വഴിക്ക് നഗരേശ്വരം എന്നൊരു ശിവക്ഷേത്രവും അതിൻ്റെ അവശിഷ്ടങ്ങളും കാണും. അവിടെ മനത്തറ താൻ ധ്യാനിക്കാനിരുന്നപ്പോൾ നിലത്ത് നിന്ന് അല്പം ഈ കുട്ടി ഉയർന്നു. ബ്രാഹ്മീദേവി സപ്തമാതൃക്ഷ പാരം അവിടെ ചെന്ന് ചെവിയിൽ ഉപദേശിച്ചു കൊടുത്തതാണ് 32ാമത്തെ മന്ത്രം. തന്ത്രമാണ്, ശാസ്ത്രമാണ്, യന്ത്രമാണ്, സർവ്വതുമുണ്ട്. യൂട്യൂബിൽ ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. 1ാമത്തെ പദ്യം തന്നെ ഫിസിക്സാണ്. വേദാന്തവും അദ്വൈത വേദാന്തവും ഫിസിക്സും ഒന്നാണ്. അതാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരായ
കവികളൊന്നും ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഒരു കവിയും, വാൽമീകി അടക്കം, തെറ്റുകൂടാതെ ഭാവനാലോകത്ത് സഞ്ചരിച്ച മഹത് വ്യക്തികളാണ്. കാമിൽ ബുൽക്കേ എന്ന് പറഞ്ഞൊരാൾ, ശങ്കരാചാര്യൻ പോയ വഴിയാണ്, ഗുരുവിനെ തേടി പോയതാണ്. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവതി നജയ ദേവം ദേവോ നഖരുശല സ്പന്ദിതുമഭി അധസ്ത്വാമാരാധ്യാം ഹരികര വിരിഞ്ചാതിഭിരഭിപ്രണന്ത് സ്തോതും വാ കഥമകൃത പുണ്യപ്രഭവതി. നിങ്ങൾ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എടുത്ത് നോക്കുക. ഐസക് ന്യൂട്ടൻ്റെ ശങ്കരാചാര്യരെ കട്ടെടുത്തു എന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. Every body preserves in state of rest or of uniform motion unless it is compelled by an external force. From this we can define inertia. What is inertia? The inability of a substance to move by itself is called inertia. ഇങ്ങനെ ജാഡ്യം, ജഡത എന്താണെന്ന് പഠിപ്പിച്ച് ജഡത്തിൽ ചൈതന്യം കയറുമ്പോൾ ചെയ്യുന്ന അതിൻ്റെ ശക്തി, ഇതിനെക്കുറിച്ച് ക്രമീകൃതമായി പഠിച്ചു പോകുന്ന ഒരു ഋഷി പരമ്പര നമുക്കുണ്ടായിരുന്ന ആ പരമ്പരയെ ആചാര്യ രാജേഷ് ആ തരത്തിലുള്ള പരമ്പരയിലേക്ക് കടന്നു കയറിയാൽ അത് നമുക്ക് ആദരണീയം തന്നെയാണ്. അതുപോലെ ശിവനെ മുതൽ നമ്മൾ ഇങ്ങ് വരെ നമ്മളെ ശങ്കരാചാര്യൻ ച അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരു പരമ്പരാം. നിങ്ങളുടെ സമയം ഞാൻ അധികം അതിക്രമിക്കുന്നില്ല. കാമിൽ ബുൽക്കെ 220 രാമായണം വേദകാലം മുതൽ പഠിച്ചിട്ട് 220 രാമായണം കണ്ടുപിടിച്ചു. രാമകഥ ഇന്ത്യയിൽ നിങ്ങൾ ദയവ് ചെയ്തൊന്ന് വായിച്ചു നോക്കണം. വയനാട്ടിലും വേറെ രാമായണമുണ്ട്. 220 അല്ല 2000 അല്ല. ഓരോ മതത്തിനും മാപ്പിള രാമായണം വരെയുണ്ട്. ശൂർപ്പണഖ രാമൻ്റെ അടുത്തേക്ക് കടന്നില്ല, മൂക്കിലെ മൂക്കട്ട പീതു മാറ്റി സുന്ദരിയായി കടന്നു ചെല്ലുന്ന രംഗമൊക്കെ നമുക്ക് ധാരാളം കാണാം. അതുകൊണ്ട് ഉത്തമമായ ഗ്രന്ഥം, മാതൃകാ ഗ്രന്ഥം 2 നമുക്കുണ്ട്. അത് 1 വാൽമീകി, 2 വ്യാസൻ, 3 കാളിദാസൻ. ഈ ഋഷി പരമ്പരയെ നല്ലപോലെ പഠിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുക. വേദത്തിൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ വെളിവാക്കാൻ വേണ്ടി ഋഷികൾ നമുക്ക് എഴുതി വച്ചിരിക്കുന്നതാണ്. ഇന്നത് പഠിപ്പിക്കരുത്. തകർക്കാമെന്ന് വിചാരിച്ചാൽ തകരുന്നതല്ല. സാഹിത്യത്തിലും കലയിലും ശാസ്ത്രത്തിലും എല്ലാം കടന്നു ചെന്നു. മുഹമ്മദ് റാഫിയെ മുസ്ലിമാക്കാൻ പറ്റില്ല, യേശുദാസിനെ ക്രിസ്ത്യാനിയാക്കാൻ പറ്റില്ല, ഒരുത്തിനെ ആ മതത്തിലാക്കാൻ പറ്റില്ല. കലയോ ശാസ്ത്രമോ പഠിച്ചു പോയാൽ അതിൻ്റെ ഒറിജിനാലിറ്റിക്ക് തല നീട്ടി പുറത്തു വരും. കുബ്ജലിയിലാ വിടംബനം എന്നാണ് ഇതിന് കാളിദാസൻ തൻ്റെ ശാകുന്തളത്തിൽ പറയുന്ന. കുബ്ജലി, വെള്ളപ്പൊക്കം വരുമ്പോൾ ആറ്റുവഞ്ഞി ചാഞ്ഞു നിൽക്കും, വെള്ളം മാറിക്കഴിയുമ്പോൾ അവൻ നിവർന്നു നിൽക്കും. മറ്റുള്ളവർ കടന്നു കയറുമ്പോൾ ഒന്ന് കുനിഞ്ഞു കൊടുക്കും, വീണ്ടും നിവരാൻ. അത്ര കരുത്തും ശക്തിയുമുള്ള വേദത്തിലേക്ക് നിങ്ങൾ നിവൃത്തിയുണ്ടെങ്കിൽ ഇറങ്ങി ചെല്ലുക. അപ്പോൾ നിങ്ങൾക്ക് തിരിയും. ആചാര്യ രാജേഷിനും അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരയ്ക്കും അതിലെ അനുഭാവിയായ ഞാൻ എനിക്ക് ചെയ്യാവുന്ന അങ്ങേയറ്റം ആശംസകൾ ചെയ്തുകൊണ്ട് തൽക്കാലത്തേന് വിരമിക്കുന്നു. നമുക്കേവർക്കും എൻ്റെ നമസ്കാരം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വേദതീർത്ഥാടനം 2020 എന്ന പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ കുലപതിയും വേദപണ്ഡിതനുമായ സംപൂജനായ ആചാര്യശ്രീക്ക് പ്രണാമം, ആചാര്യ പത്നിക്ക് പ്രണാമം. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച കണ്ണൂർ കോർപ്പറേഷൻ മേയർ ബഹുമാന്യായ ശ്രീമതി സുമാ ബാലകൃഷ്ണൻ അവർകൾ, മുഖ്യാതിഥി ഇവിടെ എത്തിയിട്ടില്ല, അവർക്കും മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ആചാര്യശ്രീ നയിക്കുന്ന മറ്റു ദിക്കുകൾക്ക് കണ്ണായി വിളങ്ങുന്ന കണ്ണൂരിൻ്റെ പരിപാടിയായ വേദതീർത്ഥാടനം 2020 പ്രൗഢഗംഭീരമായ ഉദ്ഘാടന സഭ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചടങ്ങിന് നമസ്കാരം പറയുക എന്ന ദൗത്യത്തിലേക്കാണ് ഞാൻ കടക്കുകയാണ്. വേദങ്ങളെ ജനകീയവൽക്കരിക്കാൻ കഴിഞ്ഞ 16 വർഷമായി അഹോരാത്രം പ്രയത്നിക്കുന്ന, വേദങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന 100ഓളം പുസ്തകങ്ങളുടെ രചയിതാവുമായ, ജാതി മത ലിംഗഭേദമന്യേ വേദവും വൈദികാചരണങ്ങളും പഠിപ്പിച്ച്
കുടുംബ ഭദ്രതയും രാഷ്ട്രപതിയെക്കുറിച്ച് അവബോധമുള്ള തലമുറയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഇവിടെ ഈ വേദതീർത്ഥാടനം 2020 പ്രൗഢഗംഭീരമായ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ച പൂജനീയനായ ആചാര്യശ്രീക്ക് നമസ്കാരം അർപ്പിക്കുന്നു. ആചാര്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ശക്തി സ്രോതസ്സായ ആചാര്യപത്നിക്ക് നമസ്കാരം അർപ്പിക്കുന്നു. ഈ ഉദ്ഘാടന സഭയിൽ അധ്യക്ഷത വഹിച്ച നിറഞ്ഞ ഹൃദയത്തോടെ ഈ പരിപാടിക്ക് എല്ലാവിധ സഹകരണങ്ങളും ചെയ്തു തന്ന ബഹുമാന്യായ കണ്ണൂർ കോർപ്പറേഷൻ മേയർ ശ്രീമതി സുമാ ബാലകൃഷ്ണൻ അവർക്ക് ബഹുമാനത്തോടെ കണ്ണൂർ കാശ്യപാശ്രമത്തിൻ്റെ പേരിൽ നമസ്കാരം അറിയിക്കുന്നു. ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തേണ്ട കണ്ണൂരിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുന്ന കണ്ണൂരിൻ്റെ സാംസ്കാരിക രംഗ നിറസാന്നിധ്യമായ ആദരണീയ തുറമുഖ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി ശ്രീരാമചന്ദ്രൻ കടന്നപ്പള്ളി അവർക്ക് എൻ്റെ പേരിൽ ഈ അവസരം കാശ്യപാശ്രമത്തിൻ്റെ പേരിലും നമസ്കാരം അറിയിക്കുന്നു. ഈ ചടങ്ങിൽ സ്വാഗത പ്രസംഗം നടത്തിയ കണ്ണൂർ കാശ്യപാശ്രമത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ആചാര്യൻ്റെ പ്രഥമ ശിഷ്യനും പ്രിയ ശിഷ്യനുമായ കണ്ണൂർ കാശ്യപാശ്രമത്തിൻ്റെ ഏത് പ്രവർത്തനങ്ങളുടെയും എല്ലാവരോടും വളരെ വിനയാനിതനായി സമീപിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രദീപ് വൈദികനും ഈ അവസരത്തിൽ കാശ്യപാശ്രമത്തിൻ്റെ പേരിലും നമസ്കാരം അർപ്പിക്കുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KV സുമേഷ് അവർക്കും ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ച ബഹുമാന്യായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KV സുമേഷ് അവർക്കും കണ്ണൂർ നഗരസഭ പബ്ലിക് വർക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബഹുമാന്യനായ അഡ്വക്കേറ്റ് TO മോഹൻ അവർക്കും കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിൽ ബഹുമാനായ അഡ്വക്കേറ്റ് ശ്രീമതി ലിഷ ദീപക് അവർക്കും ഭക്തി സംവർദ്ധന യോഗം സെക്രട്ടറി ബഹുമാന്യ ശ്രീ KP പവിത്രൻ അവർക്കും ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകനും സംസ്കൃത അധ്യാപകനും മാതൃഭൂമി പ്രവർത്തനം കൂടിയായ ശ്രീ ദിവാകരൻ മാസ്റ്റർക്കും ഇവിടെ സന്നിഹിതനായ ശ്രീ KG ബാബു അവർക്കും ശ്രീ സുന്ദരൻ വൈദിക് വയനാടിൻ്റെ കണ്ണൂരിലെ വയനാട് കാശ്യപാശ്രമത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ശ്രീ സുന്ദരൻ വൈദിക് ചുക്കാൻ പിടിക്കുന്ന ശ്രീ സുന്ദരൻ വൈദിക് അവർക്കും കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാശ്യപാശ്രമത്തിൽ ഇവിടെ എത്തിയിട്ടുള്ള ഡയറക്ടർമാർ മറ്റെല്ലാ ഉന്നത ഭാരവാഹികൾക്കും മറ്റ് ജില്ലകളിൽ നിന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ കാശ്യപ കുടുംബാംഗങ്ങൾക്കും നമസ്കാരം അറിയിക്കുന്നു. ഇവിടെ ആശംസ അറിയിച്ച കണ്ണൂർ ചിറക്കൽ കോവിലകം രാജാവ് രവീന്ദ്രവർമ്മ കൊലത്തിരി നമ്മുടെ പണ്ട് മുതലേ എല്ലാ ആചാര്യൻ്റെ KVRFൻ്റെ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ഒന്നിച്ചു നിന്ന് എല്ലാ വേദികളും നിറസാന്നിധ്യമായിരുന്നിരുന്ന രവീന്ദ്രവർമ്മ കോലത്തിരി രാജാവിനും ഞാൻ ഈ വേദിയിൽ കാശ്യപാശ്രമത്തിൻ്റെ പേരിൽ നമസ്കാരം അറിയിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ആശയം മുൻനിർത്തി ഇവിടെ 3 ദിവസങ്ങളിലായി നടക്കുന്ന വേദതീർത്ഥാടനം 2020 എന്ന പരിപാടിയിലൂടെ നമ്മുടെ ആചാര്യശ്രീയുടെ എല്ലാ ആഗ്രഹങ്ങളും എന്താണെന്ന് വെച്ചാൽ കുടുംബ ഭദ്രതയും രുദ്രദേവൻ്റെ അനുഗ്രഹവും എല്ലാവരിലും ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും കൂടി ഞാൻ എൻ്റെ ഈ നമസ്കാരം ഇവിടെ അവസാനിക്കുന്നു. എല്ലാ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും ഒന്നുകൂടി എൻ്റെ വിനീതമായ നമസ്കാരം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ഇവിടെ
നിർത്തുകയാണ്. ഭാവിയിൽ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെയും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമായിരിക്കും, നിങ്ങളുടെ ഉദ്യോഗവും, അങ്ങനെ ഉദ്യോഗസ്ഥാനവും, വീട് കെട്ടുന്നതും, അങ്ങനെ വീഴി നടക്കുന്ന ഇങ്ങനെയൊക്കെ എല്ലാ നിങ്ങളുടെ നല്ല ഒരു സങ്കല്പം യാതൊരു വിഘ്നങ്ങളില്ലാതെ ജീവിതത്തിൽ അനുഗ്രഹിക്കണമേ എന്ന് ആദ്യം ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഓം ഹസ്തേന്ദ്രാനനമിന്ദുചൂടവർണച്ഛായം ത്രിനേത്രം പ്രസാദ് ആശ്ലിഷ്ടം പ്രജയാ സ്വപദ്മകരയാ സ്വംഗസ്ഥയാ സംസ്ഥിതം ബീജാപൂരകദാധനുസ്ത്രിഷുകയുക്ചക്രാബ്ജപാശോത്പലാൻ വ്രീഹ്യഗ്രസ്വവിഷാണരത്നകരഷാം ഹസ്തൈർവഹന്തം ഭജേ ശ്രീമഹാഗണാധീശ്വരः സുപ്രീതः സുപ്രസന്നോ അഭീഷ്ടഫലവരദോ ഭവതു. സ്വാഹാ. ഓം നമഃ ശീഘ്രയായ ച ശീഘ്രായ ച സ്വാഹാ. ഓം നമഃ ഊർമ്യായ ച വസ്വന്യായ ച സ്വാഹാ. ഓം നമഃ സ്രോതസ്യായ ച ദ്വീപ്യായ ച സ്വാഹാ. ഓം നമോ ജ്യേഷ്ഠായ ച കനിഷ്ഠായ ച സ്വാഹാ. ഓം നമഃ പൂർവജായ ച പരജായ ച സ്വാഹാ. ഓം നമോ മധ്യമായ ചാപഗർഭായ ച സ്വാഹാ. ഓം നമോ ജഘന്യായ ച ബുദ്ധയായ ച സ്വാഹാ. ഓം നമഃ സോഭ്യായ ച പ്രതിസര്യായ ച സ്വാഹാ. ഓം നമോ യാമ്യായ ച ക്ഷേമ്യായ ച സ്വാഹാ. ഓം നമ ഉർവർയായ ച ഖല്യായ ച സ്വാഹാ. ഓം നമഃ ശ്ലോക്യായ ച വസാന്യായ ച ഹരി ഓം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഹവിസിൻ്റെ സമർപ്പണം ചെയ്യാൻ ഇപ്പോൾ ഒരു അവകാശമുണ്ട്. എല്ലാവരും വന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ 3 വിരലിൽ ചെറുതായിട്ട് ഈ ഹവിസിനെ കുറച്ച് എടുത്തിട്ട് ഭഗവാനൊക്കെ സമർപ്പിച്ച്, അവിടെ പ്രസാദമുണ്ട്, ആ പ്രസാദം എടുത്തിട്ട് ഭഗവാൻ ഈ ഒരു നല്ല കാര്യം ചെയ്യണമെങ്കിൽ ഒരു ആർത്ഥികമായ ഒരു ബലം വേണം. അതും കൊണ്ട് ഈ യജ്ഞേശ്വരൻ നിങ്ങളുടെ നല്ലൊരു മന്ത്രങ്ങളും നിങ്ങളും ഏവരും ശ്രവിച്ചു കാണുമല്ലോ. ആ മഹാനായ ഗുരുനാഥൻ്റെ മേൽ മൊഴികളും വചനങ്ങളും കേട്ട് ആസ്വദിച്ച നിങ്ങൾക്ക് എന്നിൽ നിന്ന് എന്തുമാത്രം കേൾക്കാനും ആസ്വദിക്കാനുമാണ്. അതിനാൽ ഞാൻ എൻ്റെ വാചകങ്ങൾ ഇവിടെ ചുരുക്കുകയാണ്. ഇവിടെ ഉപവിഷ്ടനായ ഗുരുനാഥൻ്റെ മണിരത്നം പോലുള്ള ശിഷ്യൻ ശ്രീമാൻ സുരേഷ് പെരുവായലിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. നമ്മൾ ഏവർക്കും അദ്ദേഹത്തിൻ്റെ മനം നിറഞ്ഞ ചിരിയും മറ്റ് തമാശകളും കേട്ട് ആസ്വദിക്കാം. നമസ്തേ, നമസ്കാരം.
ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജലചലാശയ ചക്ഷുർ ഉന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം വിശ്വാനി ദേവസ്സ വിദർദുരിതാനി പരാസുവ യദ്ഭദ്രം തന്ന ആസുവ. ഗുരുഭ്യോ നമ. നമസ്തേ. ഗുരുനാഥൻ്റെയും ഗുരുഭഗ്നിയുടെയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഈ ഒരു വേദിയിൽ, ഈ ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശ്രീ എം ദാമോദരൻ നായർ, ഈ ചടങ്ങിൻ്റെ സ്വാഗത പ്രാസംഗികൻ ശ്രീ വി രാജീവൻ വൈദിക്, ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന ശ്രീ ജനാർദ്ദൻ MP, കൽപ്പകുമാർ കൂത്തുപറമ്പ്, കൂടാതെ ഈ ഒരു വേദ തീർത്ഥാടനത്തിന് ഇവിടെ എത്തിച്ചേർന്ന വേദഭക്തരായിട്ടുള്ള ഭക്തജനങ്ങളെ, ഇന്നു മുതൽക്ക് 3 ദിവസങ്ങളിലായിട്ട് ഈ ഒരു വേദിയിൽ നടക്കുന്ന വിവിധ യജ്ഞങ്ങളും ജ്ഞാനയജ്ഞങ്ങളും ക്ഷേത്രകലാ പരിപാടികളും ഒക്കെ 3 ദിവസങ്ങളിലായിട്ട് അരങ്ങേറുകയാണ്. വേദതീർത്ഥാടനം 2020 എന്ന വലിയൊരു ലക്ഷ്യവുമായിട്ട് കേരളത്തിലെ 4ാമത്തെ ജില്ലയിലാണ് ഇപ്പോൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരമൊരു പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തിയതെന്ന് ഗുരുനാഥൻ ഉദ്ഘാടന പ്രസംഗത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു പൈതൃകത്തെ തിരിച്ചു കൊണ്ടുവരിക, അതൊരു ഋഷി തുല്യമായ കാഴ്ചപ്പാടാണ്. ആ ഒരു കാഴ്ചപ്പാടിനെ സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുകയും അതിനെ ജനങ്ങൾ നെഞ്ചിലേറ്റുന്ന ഒരു കാഴ്ചയുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേദമെന്തെന്ന് അറിയാതിരുന്ന ഒരു സമൂഹത്തിന് ആ വേദത്തെ, സനാതന വൈദിക ധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ വേദങ്ങളെ തമസ്കരിച്ചിരുന്ന ഒരു ജനതയെ വേദം തങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥമാണെന്ന് പഠിപ്പിക്കുകയും അതിലെ ആചരണങ്ങൾ തങ്ങളുടെ ജീവിതങ്ങളിൽ പകർത്തിയെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയകരമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ട് 17 വർഷം മുമ്പേ കോഴിക്കോടിനടുത്ത ബാലുശ്ശേരി എന്നൊരു ചെറു ഗ്രാമത്തിൽ 8 പഠിതാക്കളുമായിട്ട് ആരംഭിച്ച ഈ ഒരു പ്രസ്ഥാനം ഇന്ന് കേരളത്തിൻ്റെ തലസ്ഥാനമായ അനന്തപുരി മുതൽ ഭാരതത്തിൻ്റെ തലസ്ഥാനമായ ഇന്ദ്രപ്രസ്ഥത്തിലടക്കം ഭാരതത്തിന് പുറത്ത് ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ അതിൻ്റെ ക്ലാസുകൾ നടക്കുന്നത് എന്നുള്ളത് തന്നെ ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയം സത്യസന്ധമാണ് എന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ഈ ഒരു പദ്ധതിയെ എത്തിക്കാൻ ഗുരുനാഥന് സാധിച്ചിട്ടുള്ളതും. കാരണം ഋഷിതുല്യമായ ഒരു കാഴ്ചപ്പാട്, കാഴ്ചകൾക്കും അപ്പുറമുള്ള കാഴ്ചകൾ കാണാനുള്ള ഒരു കാഴ്ചപ്പാട്, ആ ഒരു കാഴ്ചപ്പാടാണ് 17 വർഷം മുമ്പേ ഈ ഒരു പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ഗുരുനാഥൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അത് സ്വാർത്ഥകമാകുന്ന രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ രീതിയിലും ഗുരുനാഥന് സാധിച്ചിട്ടുണ്ട്. അത് ഗുരുനാഥൻ്റെയും ഗുരുപരമ്പരയുടെയും ഈശ്വരൻ്റെയും ഒക്കെ ഒരു അനുഗ്രഹം കൂടിയാണെന്ന് നമുക്ക് മറക്കാതിരിക്കാൻ വയ്യ, നമുക്ക് മറക്കാതിരുന്നുകൂടാ. കാരണം
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം, നമുക്ക് നഷ്ടപ്പെട്ടു പോയിരുന്ന ഒരു വൈദിക വിദ്യാഭ്യാസ രീതിയെ ഈ സമൂഹത്തിൽ, അല്ലെങ്കിൽ വേദ വിദ്യാഭ്യാസത്തെ, വേദ ജീവിത ദർശനത്തെ ഈ സമൂഹത്തിൽ യഥാതഥമായിട്ട് അവതരിപ്പിക്കുകയും അത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ആണ് ആചാര്യശ്രീ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊക്കെ വേദം പഠിക്കാനുള്ള ഒരു വലിയ ഭാഗ്യവും ഉണ്ടായിട്ടുള്ളത്. അപ്പം വേദം എന്ന് പറഞ്ഞ ആ വാക്കിനർത്ഥം അറിവ് എന്ന് മാത്രമാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് അറിവുകൾ ഉണ്ടാകുന്നത്? അറിവുകൾ ഉണ്ടാകുന്നത് ആത്യന്തികമായിട്ട് നമ്മളുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദുഃഖിതരാണ്. ഗുരുനാഥൻ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു, ധാരാളം പണമുണ്ടായി എന്നതുകൊണ്ട് മാത്രം ഒരാളുടെ ദുഃഖം തീരുന്നില്ല, അല്ലെങ്കിൽ ധാരാളം മറ്റെന്തെങ്കിലും ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ഒരാളുടെ ദുഃഖങ്ങൾ തീരുന്നില്ല. ആ പണത്തെയും ആ കാര്യങ്ങളെയും ഒക്കെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് അതിൻ്റെ വിഷയമെന്നത്. മനുഷ്യൻ ആത്യന്തികമായിട്ട് മനുഷ്യൻ്റെ ഭാവം എന്ന് പറയുന്നത് ദുഃഖഭാവമാണ്. അപ്പം നിങ്ങൾ പറയും, അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ നല്ല സന്തുഷ്ടരാണ്, ഞങ്ങൾക്ക് വലിയ ദുഃഖമൊന്നുമില്ലാന്ന് നിങ്ങൾ പറഞ്ഞാൽ, അതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഉദാഹരണത്തിൽ കൂടി ഞാൻ വ്യക്തമാക്കാം. വലിയ കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല. കാരണം മനുഷ്യൻ്റെ ആത്യന്തിക ഭാവം ദുഃഖഭാവമാണെന്ന് പറയാൻ കാരണം, നമ്മളെ തൊട്ട അയൽപക്കത്തുള്ളൊരു വീട്, നമ്മളും അവരുമായിട്ട് നല്ലൊരു ബന്ധത്തിലാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പോവും, നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വരും. അങ്ങനെ നമ്മൾ രണ്ടു കൂട്ടരും തമ്മിൽ നല്ല ബന്ധത്തിലുള്ള ഒരു അവസരത്തിൽ ആ തൊട്ട അയൽപക്കത്തുള്ള വീട്ടിൽ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചു എന്നിരിക്കട്ടെ, എനി ആക്സിഡൻറ്റ്, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വലിയ സാമൂഹ്യ ജീവിയാണ് മനുഷ്യർ. അപ്പോൾ നമ്മൾ അവരായിട്ട് നല്ല ബന്ധത്തിലാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവരുടെ അടുത്ത് പോവും, അവരോട് പറയും, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വന്നല്ലോ, ഞങ്ങൾ നിങ്ങളുടെ ദുഃഖത്തിൽ നിങ്ങളെക്കാൾ നന്നായിട്ട് ദുഃഖിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നമ്മൾ സ്വാന്തനിപ്പിക്കും. ദുഃഖിച്ചിരിക്കുന്നവൻ്റെ അടുത്ത് പോയിട്ട് ദുഃഖിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. കാരണം ആ ദുഃഖിച്ചിരിക്കുന്ന ആളെ ദുഃഖത്തെ ഇല്ലാതാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അവരെടുത്ത് പോയിട്ട് അവരെക്കാൾ നന്നായിട്ട് ദുഃഖിക്കാൻ ശ്രമിക്കും. ഇരിക്കട്ടെ, ഇപ്പം മനുഷ്യൻ സാമൂഹിക ജീവിയാണ്, അപ്പം അങ്ങനെയൊക്കെ കൂടിയേ തീരും. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസരത്തിൽ ആ വീട്ടിൽ ഉള്ള ഒരാൾക്ക് ലോട്ടറി അടിച്ചു എന്ന് കൂട്ടുക. ലോട്ടറി അടിക്കുക. ഇപ്പോൾ ലോട്ടറി അടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ, അല്ലേ? വെറുതെ കിട്ടുന്നതാണല്ലോ പൈസ. അപ്പോൾ അവർക്ക് നല്ല സന്തോഷം, അടുത്ത വീട്ടുകാർ നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് അവിടെ നടന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സാമൂഹിക ജീവിയാണ്, നല്ല അയൽക്കാരനൊക്കെയാണ്. ആ സമയത്ത് നമ്മുടെ സമീപനം എന്തായിരിക്കും? നമ്മൾ അവരുടെ സന്തോഷത്തിൽ അവരെ പോലെ സന്തോഷിക്കുകയോ അല്ലെങ്കിൽ അവരെക്കാൾ സന്തോഷിക്കുകയോ എന്താ നമ്മൾ ചെയ്യുക? നമ്മൾ ആ വഴിക്ക് കൂടി പോവില്ല. എന്നിട്ട് നമ്മൾ പറയുന്ന ഒരു പറച്ചിലുണ്ട്, ഓലൊക്കെ ഇപ്പോൾ വലിയ ആൾക്കാരായി പോയി, പണ്ടൊക്കെ ഒരു ഞങ്ങളുടെ അടുത്ത് നിന്ന് കൊണ്ടുപോയിട്ടായിരുന്നു, പോലിക്ക് ഞങ്ങളൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ രണ്ട് കുറ്റം പറഞ്ഞാലേ എന്താവുള്ളൂ? നമുക്കൊരു സമാധാനമാവുള്ളൂ, അല്ലേ? നമ്മളെ മനസ്സിലൊരു സമാധാനമാവും അപ്പോഴാണ്. കാരണം അവരെ ഒന്ന് ഇകഴ്ത്തി കെട്ടിയാൽ നമുക്കപ്പോൾ ഒരു സന്തോഷമാണ്. കാരണം അത് ഞാൻ പറഞ്ഞത്, കാരണം മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാനും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അവർക്കൊരു സാന്ത്വനമാവാനും സാധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈശ്വരീയത ഉണ്ടാവണം. ആ ഈശ്വരീയത ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സാന്ത്വനമേകാനും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ അവരെ പോലെ തന്നെ സന്തോഷിക്കാനും നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അതുണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആചരണങ്ങളിലേക്ക് മടങ്ങേണ്ടതിൻ്റെ ആവശ്യകത. കാരണം വേദങ്ങളുടെ ജീവിത ദർശനം അതാണ് നമ്മോട് പറയുന്നത്.
ആചാര പരമോ ധർമ്മ ആചരൈതി ശ്രേഷ്ഠ. ആചാരമാണ് പരമമായ ധർമ്മം, ആചരിക്കുന്നവനാണ് ശ്രേഷ്ഠനെന്ന് ഭഗവാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. പറയുന്നവനാണ് ശ്രേഷ്ഠൻ ഭഗവാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ആചാരമാണ് പരമമായ ധർമ്മം, ആചരിക്കുന്നവനാണ് ശ്രേഷ്ഠൻ. ആചാര പരമോ ധർമ്മ ആചരീതി ശ്രേഷ്ഠ. ആചരണം കൊണ്ട് മാത്രമേ വ്യക്തിശുദ്ധത കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. തങ്ങളുടെ ആചരണങ്ങൾ കൊണ്ട് മാത്രമേ തങ്ങൾക്ക് വ്യക്തിശുദ്ധത സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം വേദങ്ങളിലാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു വ്യക്തി തൻ്റെ തുടക്കം മുതൽക്ക്, ജനനം മുതൽക്ക് മരണം വരെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത് വേദങ്ങളിലാണ്. കാരണം സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് 4 വേദങ്ങളാണ്. ഋഗ്, യജുസ്, സാമ, അഥർവ. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ആ 4 വേദങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് ഹിന്ദു മതം എന്ന് പറയാറുണ്ട്. ഹിന്ദു ഒരു മതമല്ല. ഹിന്ദു ഒരു മതമല്ല. അപ്പം നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടാവും, നമ്മൾ ഈ ഫോമുകളൊക്കെ പൂരിപ്പിക്കുമ്പോൾ, നമ്മൾ ഫോമൊക്കെ പൂരിപ്പിച്ച് കൊടുക്കുക സ്കൂളിൽ ചേരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് ചേരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് ചേരാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന സമയം നമ്മൾ ഫോമുകളൊക്കെ പൂരിപ്പിച്ച് കൊടുക്കും. അപ്പോൾ അതിലുണ്ടാവും റിലീജിയൻ എന്ന പദത്തിന് നേരെ നമ്മൾ എഴുതുക ഹിന്ദു എന്നാണ്. അപ്പോൾ ഹിന്ദു ഒരു മതമല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ എഴുതുന്നത് ചോദിക്കും. അപ്പോൾ ഹിന്ദു ഒരു മതമല്ല, സനാതന വൈദിക ധർമ്മം എന്നാണ് ഇതിൻ്റെ പേര്. സനാതനം എന്ന് പറഞ്ഞാൽ നിത്യ നൂതനമായിരിക്കുന്നത്, എന്നും പുതിയതായിരിക്കുന്നത്. ഒരു കാലത്തും പഴക്കമില്ലാത്ത ഒരു ധർമ്മത്തിൻ്റെ വക്താക്കളാണ് നമ്മളെന്ന് നമ്മളെങ്കിലും മറക്കാതിരിക്കുക. ഒരു കാലത്തും പഴക്കമില്ലാത്ത. കാരണം മൊത്തം മനുഷ്യകുലത്തിൻ്റെ ആകെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ കൊടുത്തിട്ടുള്ള കാറ്റലോഗാണ് 4 വേദങ്ങൾ. നമുക്കറിയാം, നമ്മൾ എന്തൊരു ഇലക്ട്രോണിക് സാധനം വാങ്ങുമ്പോഴല്ല, അങ്ങനത്തെ സാധനങ്ങൾ, മൊബൈൽ ഫോണോ എന്ത് സാധനം വാങ്ങുന്ന സമയത്ത് നമുക്ക് അതിന് കൂടെ ഒരു കാറ്റലോഗ് ഉണ്ടാവും. കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ ഒരു കൈപ്പുസ്തകം ലഭിക്കും. അപ്പോൾ ആ കൈപ്പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടാവും ഈ സാധനങ്ങൾ ഇന്ന രീതിയിലാണൊക്കെ പ്രവർത്തിക്കേണ്ടത്, ഇത്ര ആവൃത്തി കറണ്ട് ഇതിന് വേണം, ഇത്ര മണിക്കൂർ ഇത് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങൾ അതിനുണ്ടാവും. അപ്പോൾ ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മൾ അതിനെ പ്രവർത്തിപ്പിക്കുമ്പോൾ അത് ഭംഗിയായിട്ട് പ്രവർത്തിക്കുകയും ആ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രവർത്തനം എന്നേക്കുമായിട്ട് നിലച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഒരു മനുഷ്യൻ തൻ്റെ ജനനം മുതൽക്ക് മരണം വരെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത് 4 വേദങ്ങളിലാണ്. ആ 4 വേദങ്ങളും പഠിച്ച ആളുകളായിരുന്നു ആസേതു ഹിമാചലം ഋഷിമാരായിരുന്നു ഭാരതത്തിൽ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയാറുണ്ട്. അന്ന് ഭാരതം സമ്പൽ സമൃദ്ധമായിരുന്നു, ഐശ്വര്യങ്ങളുടെ നാടായിരുന്നു. ഭാരതം എന്ന വാക്കിനർത്ഥം ഭാസ്യത്തിൽ രമിക്കുന്നവരുടെ നാട്, അറിവിൽ രമിക്കുന്നവരുടെ നാട് എന്നാണ്. ആ അറിവും സമ്പന്നതയും ഒക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് വൈദേശികര് ഭാരതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആ വേദങ്ങളെ പിൻപറ്റിക്കൊണ്ട് ജീവിച്ച തലമുറയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നീട് വേദം ഏതെങ്കിലും കുറച്ചാളുടെ മാത്രം കുത്തകയാണെന്ന് തെറ്റിദ്ധരിക്കുകയും അവർ മാത്രം അത് പഠിച്ചാൽ മതി, മറ്റുള്ളവരൊന്നും അത് പഠിക്കേണ്ടതില്ല എന്നൊരു കാഴ്ചപ്പാട് സമൂഹത്തിലേക്ക് കടന്നു വരികയും ചെയ്തപ്പോൾ വിശ്വാസത്തിൻ്റെ സ്ഥാനത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കടന്നു വരികയും ഇന്നോലെ ചെയ്തോരബദ്ധം ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രവും അതാകാം എന്ന് പറഞ്ഞതുപോലെ ഇന്നലെ ആരൊക്കെ ചെയ്തു, അതുകൊണ്ട് ഇന്നും ഞങ്ങളും ചെയ്യുന്നു, നാളെ നിങ്ങളും ചെയ്യൂ എന്നൊരു കാഴ്ചപ്പാട് ഈ ഒരു ധർമ്മത്തിന് വന്നുപെട്ട വിധി വൈപരീത്യമാണെന്ന് പറയാതെ വയ്യ. സനാതന വൈദിക ധർമ്മത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ആചരണത്തെക്കുറിച്ച് നിങ്ങളൊരു സംശയം ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ, ഉടനെ നിങ്ങൾക്ക് കിട്ടുന്ന മറുപടി ഉണ്ടാവും. അതൊക്കെ പണ്ടേ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്, നാളെ അങ്ങനെ തന്നെയാണ്, അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഈ ധർമ്മത്തിനില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഈ ധർമ്മത്തിനില്ല. കാരണം തർക്കവിതർക്കങ്ങളിൽ കൂടിയാണ് ഈ ധർമ്മം പടർന്നു പന്തലിച്ചിട്ടുള്ളത്.
ഭാരതത്തിൽ ഒരു കാലത്ത് സനാതന വൈദിക ധർമ്മം അധപ്പതിച്ച സമയത്ത് സനാതന വൈദിക ധർമ്മത്തെ ചൂടും മുടിച്ചുകൊണ്ട് ഭാരതത്തിലുടനീളം ബൗദ്ധധർമ്മം ആഞ്ഞടിച്ചപ്പോൾ കേരളത്തിലെ കാലടിയിൽ നിന്ന് യാത്ര ചെയ്തുകൊണ്ട് ഭാരതത്തിന് 4 അതിരുകളിലായിട്ട് 4 ശാങ്കര മഠങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് നഷ്ടപ്പെട്ട സനാതന വൈദിക ധർമ്മത്തെ വീണ്ടെടുത്ത ശങ്കര ഭഗവത്പാദര് സർവജ്ഞപീഠം കയറാൻ വേണ്ടിയിട്ട് ശാരദാപീഠത്തിൽ ചെന്ന സമയത്ത് അതിൻ്റെ കിഴക്ക് ഭാഗത്ത് നിന്നുള്ള ഋഗ്വേദികൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളെ വാദത്തിൽ തോൽപ്പിച്ചെങ്കിൽ മാത്രമേ അങ്ങേക്ക് ഇതിനകത്തേക്ക് പ്രവേശനമുള്ളൂ എന്ന്. അവരെ വാദത്തിൽ തോൽപ്പിച്ച് തെക്കുവശത്തെത്തിയപ്പോൾ തെക്കുവശത്തുള്ള യജുർവേദികൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങളെ വാദത്തിൽ തോൽപ്പിച്ചെങ്കിൽ മാത്രമേ അങ്ങേക്ക് ഇതിനകത്തേക്ക് പ്രവേശനമുള്ളൂ എന്ന്. അവരെയും വാദത്തിൽ തോൽപ്പിച്ച് പടിഞ്ഞാറ് വശത്ത് സാമവേദികൾ പറഞ്ഞു അദ്ദേഹത്തോട്, ഞങ്ങളെ വാദത്തിൽ തോൽപ്പിച്ചെങ്കിൽ മാത്രമേ അങ്ങേക്ക് ഇതിനകത്തേക്ക് പ്രവേശനമുള്ളൂ എന്ന്. അവരെയും വാദത്തിൽ തോൽപ്പിച്ച് വടക്ക് വശത്തുള്ള അഥർവവേദികളോടും വാദത്തിൽ വിജയിച്ച് സർവജ്ഞപീഠം കയറിയ ശങ്കര ഭഗവത്പാദരുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന നമ്മൾ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒരിക്കലും ചൂളിപ്പോകരുത്. കാരണം ഈ ധർമ്മത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ചോദ്യങ്ങളുടെ മുന്നിൽ പകച്ചു നിൽക്കേണ്ടി വരുന്നത്. നമ്മൾ പറയാറുണ്ട്, ഏറ്റവും വലിയ ശാന്തിയുടെ മതമാണ്, സമാധാനത്തിൻ്റെ മതമാണ് ബൗദ്ധമതം എന്ന് നമ്മൾ പറയാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭാരതത്തിലല്ല, കംബോഡിയ എന്ന രാജ്യത്തിലെ അങ്കോവാട്ടിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ആ ക്ഷേത്രം നിലനിൽക്കുന്നത്. 10 മീറ്റർ അല്ല, 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ആ ക്ഷേത്രം നിലനിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീതിയും വിസ്തീർണവും നീളവും ഒക്കെ നിങ്ങൾ ആലോചിക്കുക. ആ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ തലമുണ്ട്. ഭൂർലോകം, ഭുവർലോകം, വിഷ്ണുലോകം അഥവാ പരം വിഷ്ണുലോകം എന്ന് പറയപ്പെടുന്ന ലോകത്തിൽ വിഷ്ണുവിൻ്റെ വലിയ വിഗ്രഹം പിഴുതെടുത്തുകൊണ്ട് അതിനെ താഴെ കൊണ്ടുവച്ചത് കാണാം. അവിടെയുള്ള എല്ലാ വിഷ്ണുവിൻ്റെയും തല വെട്ടിയിട്ട് അതിലൊക്കെ ബുദ്ധൻ്റെ തല വെച്ചതും കാണാം. അവിടെ പോയി നോക്കിയാൽ ആ ബൗദ്ധമതത്തിൻ്റെ ക്രൂര മുഖങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ കംബോഡിയയിൽ പോകണം. എങ്കിൽ മാത്രമേ ഈ ധർമ്മം നേരിട്ട പ്രതിസന്ധികളും പ്രയാസങ്ങളും എത്ര വലുതായിരുന്നു. ഇന്നും സനാതനധർമ്മം ഇത്രയും ഭംഗിയായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ പൂർവ്വസൂരികളായ ഋഷീശ്വരന്മാർ ചെയ്തിട്ടുള്ള പുണ്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്രയധികം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ ധർമ്മം നേരിട്ടിട്ടുണ്ട്. കാരണം ഋഗ്വേദം മുന്നോട്ട് വെക്കുന്ന ആദ്യത്തെ കാഴ്ചപ്പാട് മനുർഭവ എന്നാണ്, മനുഷ്യനാവുക. കുറച്ചുകൂടി കടന്നിട്ട് അത് വീണ്ടും പറയുന്നു, ജനയാ ദൈവ്യം ജനം, ദിവ്യ ഗുണശാലിയായ മനുഷ്യനാവുക. മനുഷ്യനായാൽ മാത്രം പോരാ, ദിവ്യ ഗുണങ്ങളുള്ള മനുഷ്യനായിട്ട് മാറുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ല കാഴ്ചപ്പാടുകളും നല്ല നല്ല കണ്ടെത്തലുകളും ഉണ്ടാക്കിക്കൊണ്ട് ജീവിതത്തെ സമൃദ്ധമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. കാരണം നമ്മളെല്ലാവരും ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ്. അതൊക്കെ നല്ലത് തന്നെയാണ്. കാരണം ഐശ്വര്യവും ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഓരോ ആചരണത്തിന് പിന്നിലും ഓരോ തത്വങ്ങളുണ്ടാവും. ആ തത്വങ്ങളെ അറിഞ്ഞുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമേ നമുക്ക് സർവ്വവിധത്തിലുള്ള പുരോഗതിയും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മളതിൻ്റെ ബാഹ്യമായ കാര്യങ്ങളിൽ മാത്രം മുഴുകിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ചുറ്റിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ചതുരാശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിങ്ങനെ 4 ആശ്രമങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ
മനുഷ്യജന്മത്തിൽ നമ്മൾ കടന്നു പോകേണ്ട 4 വിവിധ ഘട്ടങ്ങളാണ്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ ചരിക്കലാണ്, ഭഗവാനിൽ സഞ്ചരിക്കലാണ്. അത് വിദ്യാഭ്യാസ കാലഘട്ടമാണ്. ആ ഈശ്വരോന്മുഖമായിട്ട് ജീവിക്കുന്ന ഒരു കാലമാണ് ബ്രഹ്മചര്യ കാലഘട്ടം. പിന്നീടാണ് ഗാർഹസ്ഥ്യമെന്ന ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ 16 ക്രിയകളിൽ, ഷോഡശക്രിയാ സംസ്കാര പദ്ധതിയിൽ 16ാമത്തെ ക്രിയയിൽ 13ാമത്തെ ക്രിയയാണ് വിവാഹം എന്ന് പറയപ്പെടുന്ന ക്രിയ. മരിച്ചു കഴിഞ്ഞാൽ 16 ആചരിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് സനാതന വൈദിക ധർമ്മത്തിലുണ്ട്, ഹിന്ദു മതത്തിലുണ്ട്. നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു നോക്കൂ, എന്താണ് ഈ 16? അപ്പം നിങ്ങളോട് പറയുന്നൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പണ്ടും 16ആണ്, ഇപ്പോഴും 16ആണ്, നാളെയും 16 തന്നെയാണ്. അങ്ങനെ ഒരു 16 പ്രത്യേകിച്ചൊരു പ്രത്യേകതയൊന്നുമില്ല. അത് 16ാമത്തെ ക്രിയയാണ് അന്ത്യേഷ്ടി അഥവാ നരമേധം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് 13ാമത്തെ ക്രിയയായ വിവാഹം നടക്കുമ്പോഴേക്ക് 12 ക്രിയകൾ പൂർത്തിയായിട്ടുണ്ടാവും. ഗർഭാധാനം, പുംസവനം, സീമന്തോനയനം, ജാതകർമ്മം, നാമകരണം, നിഷ്ക്രമണം, അന്നപ്രാശം, ചൂടാകർമ്മം, കർണവേദം, വേദാരംഭം, ഉപനയനം, വേദാരംഭം, സമാവർത്തനം എന്നിങ്ങനെ 12 ക്രിയകൾ പൂർത്തിയായിട്ടുണ്ടാവും. 13ാമത്തെ ക്രിയയായ വിവാഹത്തിലേക്ക് കടക്കുമ്പോഴേക്ക് സനാതന ധർമാനിയായി എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ എത്ര ക്രിയകൾ ചെയ്തിട്ടുണ്ടെന്ന് സ്വയം ഒന്ന് ആലോചിക്കുക. കൂടുതൽ ചിന്തിക്കേണ്ട. എത്ര ക്രിയകൾ നിങ്ങൾ ഓരോരുത്തരും പൂർത്തിയാക്കിയിട്ട്, വിവാഹം കഴിച്ച ആളുകളുണ്ട് ഇവിടെ, വിവാഹം കഴിക്കാത്ത ആളുകളുണ്ട്, ഒക്കെ ഉണ്ട്. വാനപ്രസ്ഥമായ ആൾക്കാരുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഈ അവസ്ഥ. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ 14ാമത്തെ ക്രിയയാണ്. അപ്പം 14ാമത്തെ ക്രിയ എത്തുമ്പോഴേക്ക് എത്ര ക്രിയകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊന്ന് ആലോചിക്കുക. ഏറിയ ഞങ്ങളൊരു ചോറൂണ് കഴിച്ചിട്ടുണ്ടാവും, ഒരു നാമകരണം കഴിച്ചിട്ടുണ്ടാവും. അതിൽ കൂടുതലൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഏറിയ 1-2 ചേട്ടം കൂടി നടന്നിട്ടുണ്ടാവും. അപ്പം 13ാമത്തെ ക്രിയയാണ് വിവാഹം. യഥാവിധി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വിദ്യാർത്ഥി തൻ്റെ ജന്മ പരമ്പരയുണ്ടാക്കാൻ വേണ്ടിയിട്ട് വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്ന ചടങ്ങാണ് വിവാഹം എന്ന് പറയപ്പെടുന്ന ക്രിയ. കാരണം ഗൃഹസ്ഥാശ്രമിക്ക് മാത്രമേ ധനം സമ്പാദിക്കാൻ വൈദിക ധർമ്മത്തിൽ വിധിയുള്ളൂ. ബ്രഹ്മചാരിക്കോ വാനപ്രസ്ഥിക്കോ സന്യാസിക്കോ ധനസമ്പാദനത്തിന് ഈ ഒരു ധർമ്മത്തിൽ വിധിയില്ല. ബ്രഹ്മചാരിക്ക് വേണ്ട ധനത്തെയും വാനപ്രസ്ഥിക്ക് വേണ്ട ധനത്തെയും സന്യാസിക്ക് വേണ്ട ധനത്തെയും ഒക്കെ വിതരണം ചെയ്യേണ്ടത് ഗൃഹസ്ഥനാണ്. ഗൃഹസ്ഥാശ്രമവും യഥാവിധി പൂർത്തിയാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കടമയാണ്. അപ്പം മറ്റ് 3 ആശ്രമങ്ങളെയും താങ്ങി നിർത്തുന്നത് ഗൃഹസ്ഥാശ്രമിയാണ് എന്നതുകൊണ്ട് തന്നെ 4 ആശ്രമങ്ങളിലും ഏറ്റവും മകുടമണിയായി നിൽക്കുന്നത് ഗൃഹസ്ഥാശ്രമമാണ്. അതാണ് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ യഥാവിധി ഗൃഹസ്ഥാശ്രമം പൂർത്തിയാക്കിയ വ്യക്തി പിന്നീട് വാനപ്രസ്ഥാശ്രമത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. വാനപ്രസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ തല നരച്ചാൽ എന്നാണ് ഒരു വേദമന്ത്രം നമ്മോട് പറയുന്നത്. അപ്പം വേദം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ കാലത്തേക്കുമുള്ള അറിവാണ്. അതുകൊണ്ട് തന്നെ വേദത്തിന് അറിയാമായിരുന്നു കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ഗോദ്രേജ് എന്നൊരു കമ്പനി ഉണ്ടാവുന്നു. ആ കമ്പനി തല കറത്താൽ വെളുത്താൽ കറുപ്പിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇറക്കുമെന്നും വേദത്തിന് അറിയുന്നുകൊണ്ട് വേദം മറ്റൊന്നുകൂടി പറഞ്ഞു വെച്ചു, മക്കൾക്ക് മക്കളായാൽ. അപ്പം അത് പിന്നെ മറയ്ക്കാൻ പറ്റൂലല്ലോ. മക്കൾക്ക് മക്കളായാൽ പിന്നെ എല്ലാവരും കാണുന്ന കാര്യമാണല്ലോ. അപ്പം മക്കൾക്ക് മക്കളായാൽ അധികാരം വിട്ടൊഴിയാം. മക്കൾക്ക് മക്കളായി കഴിഞ്ഞാൽ അധികാരത്തിൻ്റെ താക്കോല് അവർ കേൾപ്പിച്ചു കൊടുക്കുക. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ പാടുള്ളൂ എന്ന് വേദം നിഷ്കർഷിക്കുന്നതിന് കാരണം ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന
മൂല്യച്യുതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാരണം അധികാരം വിട്ടൊഴിയാനുള്ള താല്പര്യക്കുറവ് ഒരു ഭാഗത്ത്, ഞങ്ങൾ അധികാരത്തിന് പ്രാപ്തരാണെന്ന മക്കളുടെ കാഴ്ചപ്പാട് മറ്റൊരു വശത്ത്. അപ്പോൾ അത് തമ്മിലുള്ള സംഘർഷങ്ങളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കൂടുതലും കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നമുക്കൊന്ന് മാറി നിന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പം അതുകൊണ്ട് തന്നെയാണ്, കാരണം വേദം വ്യക്തമായ കാഴ്ചപ്പാട് ജീവിതത്തെക്കുറിച്ച് നൽകിയിട്ടുണ്ട്. കാരണം ആ ഒരു സമയമായി കഴിഞ്ഞാൽ പിന്നീട് വാനപ്രസ്ഥം എന്ന ആശ്രമം സ്വീകരിക്കുക, വാനം നോക്കി സഞ്ചരിക്കുക എന്നാണ് പറയുക. വാനം നോക്കി സഞ്ചരിക്കുക എന്ന് മേലോട്ട് മാത്രം നോക്കി നടക്കുക എന്നല്ല. വാനം എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ ആ ലോകത്തിൽ സഞ്ചരിക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവർക്ക് ഉപദേശങ്ങൾ നൽകാം, അവർക്ക് ഉപദേശങ്ങൾ ആവശ്യമുണ്ട് അവർ ചോദിച്ചോളൂ. അപ്പോൾ നമ്മൾ നമ്മളുടേതായ ആ ഒരു ഈശ്വരന്മുഖമായ ജീവിതത്തെ തിരഞ്ഞെടുക്കുക. പിന്നീട് 15ാമത്തെ ക്രിയയാണ് സന്യാസം എന്നറിയപ്പെടുന്ന ക്രിയ. വ്യക്തി ജീവിതത്തിൽ എല്ലാം പൂർത്തിയാക്കി വാനപ്രസ്ഥം യഥാവിധി പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് എല്ലാറ്റിനെയും സ്വാംശീകരിച്ചുകൊണ്ട്, എല്ലാറ്റിനെയും അഗ്നിക്ക് സമർപ്പിച്ചുകൊണ്ട് അഗ്നികർണമായ കാവി എടുത്തണിയുന്ന ഒരു ചടങ്ങാണ് സന്യാസ ദീക്ഷ സ്വീകരിക്കൽ. വിരജാഹോമം ചെയ്തുകൊണ്ട്, എല്ലാത്തിനോടും വിരക്തി പ്രഖ്യാപിച്ചുകൊണ്ട് അഗ്നിരൂപത്തിലുള്ള കാവിയെ എടുത്തണിഞ്ഞ് ഇനി മറ്റൊന്നും ആവശ്യമില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ആ സന്യാസ ജീവിതം ആരംഭിക്കുന്നത്. उद्बुद्धस्वाग्ने प्रतिजाघ्रित्वमिष्टापूर्ते संसृजेदामयं च अस्मिन् सदस्ते अद्युत्तरस्मिन् विश्वे देवा यजमानश्च सीत्तता. समिदाधानम्. ॐ अयन्दयित्मात्मा जातवेदस्ते निदिस्व वर्धस्व चेद्धवर्धय चास्मान् प्रजया पशुभिर्ब्रह्मवर्चसे नान्नाध्येन समेदय स्वाहा. इदमग्नये जातवेदसे इदं न मम. ॐ समिधाग्निं दुवस्य दघृतैर्बोधयदातिथिम् आस्मिन् हव्याजुहोदन स्वाहा. इदमग्नये इदं न मम. ॐ सुसमिद्धाय जोषिषे घृतं तीव्रं जुहोदन अग्नये जातवेदसे स्वाहा. ॐ स्वरादित्याय व्यानाय स्वाहा. इदमादित्याय व्यानाय इदं न मम. ॐ भूर्भुवस्वरग्निवायुवादित्येभ्यः प्राणापानव्यानेभ्यः स्वाहा. सोपासते तया माम् अध्यमेदयग्ने मेधाविनं कुरु स्वामेनय सुभधाराये अस्मान् विश्वानि देव वयुनानि विद्वान् युयोध्यस्मज्जुहुराणमेनो भूयिष्ठान्ते नमः. ॐ सर्वं वै पूर्णं स्वाहा. शान्ति विश्वे देवा शान्ति ब्रह्म शान्ति सर्वं शान्ति शान्तिरेव शान्ति सामा शान्तिरेति. ॐ शान्ति शान्ति शान्ति. प्रजापति ऋषि निचचकुरी चंद सोमदेवता देवदस्वराम. ॐ तेजो
തമസി ഫലം മയി ദേഹി ഓജോവസ്യോജോ മയി ദേഹി ഉള്ളമുജ്വലമാക്കണേ കന്മഷങ്ങൾ നീക്കി ഞങ്ങൾക്കു മാനസിക ഫലമേകണേ വേദവാണികളോതി ഞങ്ങൾ സത്യധർമ്മികളാകണേ ശോകസാഗരം താണ്ടി ഞങ്ങൾ ഹർഷപുളകിതരാകണേ തീർത്തിടാം മാനവാശകൾ സകലമെങ്ങും സഫലമായി തീരുവാൻ സൗഖ്യമാർന്നിട്ടു വാഴണം ഇഹ സർവജീവജാലവും വായുവും ജലഭൂമിയും സൗഗന്ധിയായി ശുഭമാകണം സ്വാർത്ഥഭാവമിഹ വിട്ടു സർവം സ്നേഹമയമായി തീരണം ഇതം നമമയുടെ അർത്ഥമിവിടെ എങ്ങുമേ വിളങ്ങിടണം കൈകൾ കൂപ്പി നദശീർഷരായി കുമ്പിടുന്നേ നിൻ പദം നാഥ കരുണാനാഥ നിൻ കൃപ എങ്ങുമാരിലുമേകണേ യജ്ഞദേവ പ്രഭോ ഞങ്ങളുടെ ഉള്ളമുജ്വലമാക്കണേ കൽമഷങ്ങൾ നീക്കി ഞങ്ങൾക്കു മാനസിക ഫലമേകണേ. ഇത് അഗ്നിഹോത്രവിധി സമാപ്തം.